വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു പെർഫോമൻസ് മാർക്കറ്ററാണ്. പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ നമ്മൾ മെറ്റനെ കുറിച്ച് കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ ഇപ്രാവശ്യം വന്ന ആൾ ഈസ് എൻ സ്പെഷ്യലിസ്റ്റ് ഇൻ ഗൂഗിൾ ആഡ്സ് ടു. പെർഫോമൻസ് മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു മെൻറ്റർ വേണം. പഠിപ്പിക്കലാണ് ഏറ്റവും ബെസ്റ്റ് പഠനം. അതെ അതെ അതെ. കാരണം വേറെ ആളെ പഠിപ്പിക്കാൻ നമ്മൾ ആ ഫുൾ ഏരിയ അതെ അതെ നോക്കണമല്ലോ. നമ്മൾ ബ്രാൻഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 2 years അല്ലെങ്കിൽ 3 years കഴിഞ്ഞിട്ടായിരിക്കും. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ A to Z കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അതെ അതെ. അപ്പം അതിൽ ഫസ്റ്റ് ഇമ്പാക്ട് ഇപ്പം ഒരു പേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേജിലിപ്പം ഫോളോവേഴ്സ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മീൻസ് ആ ഒരു രീതിയിലുള്ള ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തതാണെങ്കിൽ മേ ബി ചിലപ്പോൾ ഞാൻ അവിടുന്ന് ഡ്രോപ്പ് ആവും. ഗൂഗിളിൽ ഒരിക്കലും ഞാനൊരു വീഡിയോ ആഡ് കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടണില്ല. ഗൂഗിളിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം. പല ബിസിനസ് ഓണേഴ്സിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ് നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു പെർഫോമൻസ് മാർക്കറ്ററാണ്. പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ നമ്മൾ മെറ്റനെ കുറിച്ച് കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ ഇപ്രാവശ്യം വന്ന ആൾ ഈസ് എൻ സ്പെഷ്യലിസ്റ്റ് ഇൻ ഗൂഗിൾ ആഡ്സ് ടു. ഒരു കോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ, അതായത് ഹൈ ടിക്കറ്റുള്ള ഐറ്റംസ് എങ്ങനെ ഓൺലൈനിൽ സെല്ല് ചെയ്യാമെന്ന് ക്രാക്ക് ചെയ്ത ഒരാളാണ് അക്ഷിൻ. വെൽക്കം ടു ദ ഷോ. ഹലോ, താങ്ക്സ് ഫോർ ദി ഇൻവൈറ്റ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഓക്കെ. അപ്പം എവിടെ നിന്നാണ് അക്ഷിൻ്റെ ആ ഒരു കരിയർ തുടങ്ങണത്? ഓക്കെ, ഞാനിപ്പം എനിക്കിപ്പം ടോട്ടൽ ഒരു 8+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് പെർഫോമൻസ് മാർക്കറ്റിങ്ങിൽ. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2017 അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലായിരുന്നു ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി അതായത് സോഷ്യൽ മീഡിയ പേജസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓർഗാനിക്കായിട്ട് പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാനൊരു 1 year ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം പേജ്, പിൻട്രസ്റ്റ്, അതുപോലെ തന്നെ അന്ന് ഗൂഗിളിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഗൂഗിൾ പ്ലസ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ആ ഒരു ഇതുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് ആ ഒരു 1 year തന്നെ എനിക്ക് എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതുതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് തന്നെ എനിക്ക് ഫ്രീ ടൈം ഉള്ള സമയത്തൊക്കെ ഞാൻ അവിടെ മീൻസ് ഇപ്പം എന്താ പറയുക, ബ്ലോഗ് ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസ് ആണെങ്കിലും ആഡ്സിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് കുറച്ചുകൂടിയും ഒരു കൂടുതൽ റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സെൽഫ് ലേണിംഗ് എന്നുള്ള രീതിയിലേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല. അതെ അതെ. അപ്പം എൻ്റെ അടുത്താണെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പോസ്റ്റാണുള്ളത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഏതാണ് ചൂസ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ചൂസ് ചെയ്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ അവിടെ എന്താ പറയുക, സെൽഫ് ലേണിംഗ് ആയിട്ട് ഞാൻ ഇപ്പം മെറ്റയിലും പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിൻ്റെ ഒക്കെ കുറച്ചൊരു ബേസിക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഏത് കമ്പനിയിലായിരുന്നു ഫസ്റ്റ് ജോയിൻ? ഫസ്റ്റ് BCC എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലായിരുന്നു. എന്തായിരുന്നു അവരുടെ ആക്ച്വലി ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ അവർ മീൻസ് ഇപ്പോൾ ഒരു നിഷ് ബേസ്ഡ് ആയിട്ട് ഒരു ക്ലയൻറ്റിനെ എടുക്കുക, എന്നിട്ട് അവർക്ക് ഉള്ള എന്താ പറയുക ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെ ഒരു പ്രോസസ്സ് ആയിരുന്നു അവിടെ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഇൻ ദ സെൻസ്, അതായത് ഇപ്പം നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഈ ഒരു ബ്രാൻഡ് ഓണർക്ക് കിട്ടുന്ന
കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഡ്രോപ്പ് ഷിപ്പിംഗ് പറയില്ലേ, അതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഓക്കെ, അതായത് നിങ്ങൾ ബാക്കിയുള്ള ബ്രാൻഡുകളെ വർക്ക് എടുത്തിട്ട് ആ സെയിൽസ് കിട്ടും, സെയിൽസ് പെർസെൻറ്റേജ് ഈ ആർക്ക് കിട്ടും, ഈ ബിസിനസ് ഓണർക്ക് കിട്ടുന്ന കമ്പനിക്ക് കിട്ടും. BCC അല്ല, അത് ആക്ച്വലി ആ ഒരു അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു എന്താ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സിസ്റ്റം ഇൻ ദ സെൻസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള ആ നിഷിൽ സ്പെസിഫിക് നിഷിൽ ബ്രാൻഡ് തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് സെല്ലാവുന്ന സമയത്ത് ആ ബിസിനസ് ഓണർക്ക് ഒരു പെർസെൻറ്റേജ് കിട്ടും. ഈ ഒരു സർവീസാണ് BCC ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വെബ്സൈറ്റ് ക്രിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് വേറൊരാൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്തു റവന്യൂ കൊടുക്കുന്ന രീതിയിൽ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ പ്രോസസ്സ് ബിൽഡ് ചെയ്ത് കൊടുക്കും. പ്രോസസ്സ് അല്ല, ഇൻ ദ സെൻസ് ആ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയാസ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് ആ ഒരു ബ്രാൻഡ് ആക്കി എടുക്കുന്നത്. അതായത് ഇപ്പം ഒരു ആൾക്ക് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു ഒബ്ജക്റ്റീവിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതിനു മുമ്പ് എനിക്ക് ഒന്നുകൂടി അറിയേണ്ടത്, എന്താ പഠിച്ചത്? ഞാൻ BTech ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബിടെക്കാരെ അവസ്ഥ ഒക്കെ തന്നെ, ഞാനും ബിടെക്കാ. എവിടെ പഠിച്ച്? BTech കോയമ്പത്തൂരായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. കുറെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, കുറെ കോഡ് എഴുതി, കുറെ C++ഉം C++ഉം പഠിച്ച്. പിന്നെ കോഡിങ് എനിക്ക് ആ സമയത്ത് എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ എന്താ വെച്ചാൽ ഞാനിപ്പം കരിയറിലേക്ക് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒരു ബൂം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പം അന്ന് ഇത്ര ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നില്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനാണ്. അപ്പം അത് ഇൻസ്റ്റാഗ്രാം ഒക്കെ അന്ന് ഉണ്ടായിരുന്നോ? ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പക്ഷെ എത്ര പോപ്പുലർ അല്ല. മീൻസ് എന്താ പറയുക, ഈ ഒരു കോണ്ടന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. അതായത് ഇപ്പം ഒരു എന്റർടൈൻമെന്റ് പർപ്പസിൽ ഇപ്പം ഉള്ള രീതിയിൽ ഉള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നില്ല. നമ്മൾ മെയിൻലി ആ ഒരു സമയത്തുള്ള ഫേസ്ബുക്കിൽ പേജ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ ഒരു രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ അത്യാവശ്യം സെൽഫ് ലേൺ ചെയ്തിട്ട് ആഡ്സിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു എനിക്ക് അക്കോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അവിടെ വേക്കൻസി ഉണ്ടായിരുന്നത് PPC എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലായിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. PPC എക്സ്പേർട്ട് പറയുമ്പോൾ പേപ്പർ ക്ലിക്ക്, അതായത് ഗൂഗിൾ ആഡ്സിൻ്റെ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഗൂഗിൾ ആഡ്സ് എക്സ്പേർട്ടായിട്ട് ആയിരുന്നു ഇതുണ്ടായിരുന്നത്. ബട്ട് ആക്ച്വലി ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് PPC ആണെങ്കിലും സോഷ്യൽ മീഡിയക്ക് ആണെങ്കിലും എനിക്ക് ഒരു ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു ഏരിയ ആയിരുന്നു ആഡ്സ് കൂടുതൽ. അതിപ്പം മീൻസ് ഇപ്പം ഇവിടെ ഞാൻ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ടായിരുന്നത് തന്നെ ആഡ്സിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാനോ അല്ല അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്ത സംഭവം അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് സെൽഫ് ലേൺ ചെയ്തിട്ട് ഇവിടേക്ക് സ്വിച്ച് ആവുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു വിപിൻ നായർ സാറ്, അവീവിൻ്റെ. അപ്പം അവരായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 70-80% മുകളിൽ ഞാൻ ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അവരുടെ ഒരു എന്താ പറയുക ഒരു ഫീലിംഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സ്പെസിഫിക് എന്താ പറയുക പ്ലാറ്റ്ഫോം വൈസ് ഉള്ള എക്സ്പെർട്ടൈസ് എനിക്കില്ല. എനിക്കുള്ള നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ സെൽഫ് ലേൺ ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോസ് കണ്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബേസിലാണ് ഞാൻ ഈ ആൻസർ ചെയ്തിട്ടുള്ളത്. ബട്ട് എന്താ പറയുക ആ ഒരു ഈ ഒരു പൊസിഷൻ ആണെങ്കിലും എന്താ പറയുക ഒരു എക്സ്പെർട്ട് ലെവലുള്ള ഒരു പൊസിഷനാണ് അവർ ഹയറിങ് ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു, അതായത് എനിക്ക് ആ ഒരു എക്സ്പെർട്ടൈസ് ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ 1-2 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്ത സമയത്ത് എന്നോട് വിപിൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 1 month നിനക്ക് ട്രെയിനിങ് തരാം. അതായത് ഗൂഗിൾ ആഡ്സിൽ ട്രെയിനിങ് തരാം. ആ 1 month നീ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിൻ്റെ ബേസിലാണ് മീൻസ് ഇപ്പം ഓൺ ബോർഡ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലേക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു രീതിയിൽ അത് ആ ഒരു ഇതിലാണെന്ന് പറഞ്ഞു. അക്കോഡസ് IT കമ്പനി അല്ലേ? അക്കോഡസ് IT കമ്പനി അല്ല, അക്കോഡസ് IT കമ്പനി ആണെങ്കിലും അവർക്ക് എല്ലാ ഇതും ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ്ങും എല്ലാ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആപ്പ് ഡെവലപ്മെന്റ് എല്ലാ വിങ്ങും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗൂഗിൾ ആഡ് സ്പെഷ്യലിസ്റ്റിന്റെ ശരിക്കുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തായിരിക്കും അവിടെ പേപ്പർ ക്ലിക്കിന്റെ? അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ്ങിലായിരുന്നു. അതായത് ഇപ്പം അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് വെസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവർക്ക് അറൗണ്ട് ഒരു 20-something സ്റ്റാഫ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അന്ന് ഉണ്ടായിരുന്നു. അപ്പം ഈ അന്ന് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലയൻസ് ആണ് ഇപ്പം PVS, അതുപോലെ തന്നെ ലാൻഡ്മാർക്ക്, പിന്നെ ഈ പാനസോണിക് ഒക്കെ ഹാൻഡിൽ ചെയ്ത് എല്ലാ സെക്ടേഴ്സിലുള്ള ക്ലയൻസും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്ലയൻസിൻ്റെ ഗൂഗിൾ ആഡ്സ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ജോബ് റോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ട്രെയിനിങ് തരാന്ന് ആ ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 1 മന്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ട്രെയിനിങ് എന്താ വെച്ചാൽ മറ്റേ ജോലി ഒഴിവാക്കിയോ? അത് ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പം എന്താ വെച്ചാൽ ട്രെയിനിങ് ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ 9 to 5 എന്നുള്ള രീതി, അതായത് ഇപ്പോൾ ജോബ് പ്രൊഫൈൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രെയിനിങ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് എന്താ വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു 1 മന്തിനുള്ളിൽ തന്നെ ഞാൻ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ട് 1 മന്തിൽ തന്നെ മീൻസ് അവിടെ പെർമനന്റ് ആയി ഏകദേശം. അങ്ങനെ എനിക്ക് അവിടുന്ന് കുറച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അന്ന് അത്യാവശ്യം ആഡ് സ്പെൻഡിന് വേണ്ടിയിട്ടുള്ള എക്സ്പോഷറോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ ക്രെഡിബിൾ ആയിട്ടുള്ള ക്ലയൻസ് ആണെങ്കിലും അവർക്ക് അത്യാവശ്യം സ്പെൻഡിങ്ങിന്റെ കേസിലൊന്നും അങ്ങനെ എന്താ ബഡ്ജറ്റിന്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ബട്ട് എന്താ വെച്ചാൽ എൻഡ് ഓഫ് ദ ഡേ ബഡ്ജറ്റ് കൂടുതലുണ്ട് എന്നുള്ള രീതിയിലല്ല, ബട്ട് അവിടെ ഓരോ ഒപ്റ്റിമൈസേഷന്റെ കേസിലാണെങ്കിലും എനിക്ക് അങ്ങനെ വലിയൊരു ഇത് ഉണ്ടായിട്ടുണ്ട്. ബെറ്റർ എക്സ്പോഷർ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഒരു ഇതുമുണ്ട്, അതായത് എന്താ പറയുക, എനിക്കൊരു വിശ്വാസം ഉണ്ട്. അതായത് ഇപ്പം എൻ്റെ ഹെഡായിട്ട് ഒരാളും അത്ര എക്സ്പെർട്ടൈസ് ഉള്ള ആളും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് എന്താ വെച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു സജഷൻ അനുസരിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു മെൻറ്റർ വേണം. ആ മെൻറ്റർ ത്രൂ ആണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പെർട്ടൈസ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നുകൂടി ബെറ്റർ ആയിരുന്നു. സ്വയം പഠിക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. ഒരു മെന്ററിനെ ലൈഫിന്റെ എല്ലാ സാധനവും മെന്റേഴ്സ് വേണം. അതിപ്പോ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും കോളേജിൽ പോവാണെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും ഇനിയിപ്പോ ഫാമിലി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മെന്റർഷിപ്പ് കൊടുക്കണ ആൾക്കാർ. എന്താ വെച്ചാൽ നമുക്ക് മെൻറ്റർ ഉള്ള സമയത്ത് നമുക്കാണെങ്കിലും നമ്മൾ ആ ഒരു പേസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ ആ ഒരു പേസിലെ ഡിഫറൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ അത്യാവശ്യം പ്ലാറ്റ്ഫോം എന്താ പറയുക നല്ല രീതിയിൽ എക്സ്പോഷർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ആഡ്സ് പ്ലാറ്റ്ഫോമിൽ. ഗൂഗിൾ ആഡ്സും ഫേസ്ബുക്ക് ആഡ്സും തമ്മിൽ നോക്കുമ്പോൾ ആ കോർ ഡിഫറൻസ് ഞാൻ മനസ്സിലാക്കണ ക്രിയേറ്റീവ് ആണ് അല്ലേ? ക്രിയേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഇതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അതായത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ അവർ ഏതാണ് നമ്മൾ എന്ത് ബ്രാൻഡിനാണ് ചെയ്യുന്നത്, അവരെന്ത് സർവീസാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യേണ്ടത്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക, മെറ്റയിലേക്ക് വരുന്ന സമയത്ത് മെറ്റ ഒരു ഡിമാൻഡ് ക്രിയേഷനാണ്. അതായത് നമ്മൾ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫണൽ ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് മെറ്റയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുക. ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, നമ്മളൊരു ബ്രാൻഡ് ഒരു പുതിയൊരു ന്യൂലി ലോഞ്ച് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ മെറ്റയുടെ ഒരു ടാർഗറ്റിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് മെറ്റയുടെ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബ്രാൻഡിന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും ഓർഗാനിക്കലി ആണെങ്കിലും അതുപോലെ തന്നെ ആഡ്സ് ത്രൂ അവെയർനെസ്സും അതുപോലെ തന്നെ കൺസിഡറേഷൻ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കൂടി നമ്മൾ ബിൽഡ് ചെയ്തിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റിന് അല്ലെ ആ ഒരു സർവീസിന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് മെറ്റയിലേക്ക് വരുന്നത്. അതിൽ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അതെ, ട്രസ്റ്റ്, അതുപോലെ തന്നെ ആ ബ്രാൻഡിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പം ഇതിൽ തന്നെ നമുക്ക് ഭയങ്കര ഇപ്പം ഓർഗാനിക് സൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിനെ നമുക്ക് ആഡ്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു മീൻസ് ഇപ്പം എന്താ ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തൊരു ബ്രാൻഡിന് ചെയ്യുന്നതും തമ്മിൽ നമുക്ക് നമ്മളെ റിസൾട്ടിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ജമീൻ ആസ്മാൻ കാ ഫർഖ് ഹേ എന്ന് പറയാൻ പറ്റും. ഭൂമിയും ആകാശവും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതെ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡും. അതെ, നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മീൻസ് ഇപ്പം എന്താ പറയുക, എന്താ പല ബിസിനസ് ഓണേഴ്സിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നമല്ല, അവരൊരു തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതായത് ഇപ്പം നമ്മൾ ബ്രാൻഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 2 years അല്ലെങ്കിൽ 3 years കഴിഞ്ഞിട്ടായിരിക്കും. ബട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂജ് ആണ്. മറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹ്യൂജ് ആണ്. അതായത് ഇപ്പം അതിന് പകരം നമ്മളിപ്പം നമുക്ക് എല്ലാ കാലവും എന്താ പറയുക പെർഫോമൻസിൽ മാത്രം റിലേ ചെയ്യാൻ പറ്റില്ല. അപ്പം പെർഫോമൻസ് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷെ ഇതിൻ്റെ ഒരു റൈറ്റ് മിക്സ് ആണ്, അതായത് ഒരു കോമ്പിനേഷൻ ആണ് എപ്പോഴും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവിടെ വർക്ക് ആവുന്നത്. അതായത് ബേസിക്കലി
നാട്ടുകാർ ഓൾറെഡി അറിയുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഈസിയർ ആവും, അതെ 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 കൂടുതൽ റിസൾട്ട്. അതെ അതെ ഇപ്പം നാട്ടുകാർക്ക് ആർക്കും ഈ ബ്രാൻഡിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ടഫ് ആയിരിക്കും. എക്സാക്ട്ലി. അതിപ്പം നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം ഒന്നും വേണ്ട, ഈ ഓരോ ഇപ്പൊ കേക്ക് ഓഡിയൻസ് ആണെങ്കിൽ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാനിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ A to Z കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് ഇമ്പാക്ട് ഇപ്പം ഒരു പേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേജിൽ ഇപ്പം ഫോളോവേഴ്സ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മീൻസ് ആ ഒരു രീതിയിലുള്ള ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്തതാണെങ്കിൽ മേ ബി ചിലപ്പോൾ ഞാൻ അവിടുന്ന് ഡ്രോപ്പ് ആവും. അതൊരു വൻ ഇതാണ്. സോഷ്യൽ പ്രൂഫിംഗ് വേണം. അതെ, സോഷ്യൽ പ്രൂഫിംഗ്. ഒരു 1000 ഫോളോവേഴ്സ് ഇല്ലോനും ഒരു 1,00,000 ഫോളോവേഴ്സ് ഇല്ലോനും ആണെങ്കിൽ നമ്മൾ 1000 ഫോളോവേഴ്സിലേക്കാണ് ആഡ് ചെയ്തിട്ട് ആളെ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ അവൻ പുതിയൊരാൾ ഫോളോ ചെയ്യാനുള്ള ചാൻസ് കുറയും. നേരെ മറിച്ച് 1,00,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ അവന് 1,00,000 ഫോളോവേഴ്സ് ഒക്കെ അല്ല, പിന്നെ വേറൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ബൈയിങ് ടൈപ്സ് ഉണ്ട്. ഇമ്പൾസീവ് ഉണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇമ്പൾസീവ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ബൈ ചെയ്യും. ചില ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവര് നമ്മളെ ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ കൺസിഡറേഷൻ പോലത്തെ ഒരു ആഡ് കണ്ടിട്ട് പിന്നെ ആ പേജ് ഫോളോ ചെയ്ത് പിന്നെ കുറച്ചൊരു കാര്യം ഒരു 1 month അല്ലെങ്കിൽ 2 weeks ഒക്കെ കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു കേസിലൊക്കെ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇമ്പൾസീവ് പർച്ചേസിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കോർ പ്രോബ്ലം സോൾവ് ചെയ്യും. അതെ അതെ. ഇപ്പൊ ഞാൻ അടുത്ത് ആരോ എന്ന് പറയുന്നത് കേട്ട് സോറിയാസിന് എന്തോ ഒരു വരുന്നുണ്ട് കേട്ട്. ഈ സോറിയാസിസ് ഒരു കോർ പ്രോബ്ലം. അതെ അതെ പെയിൻ ഇൻ ദ ആസ് എന്നൊക്കെ. അതെ അതെ അതെ. അപ്പൊ അതിൽ എന്ത് നല്ല ആഡ് ഇട്ടാലും നല്ല ക്രിയേറ്റീവ് ഇട്ടാലും അത് ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ആണെങ്കിൽ അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഇപ്പം നമ്മളെ സൊല്യൂഷൻ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഈസിലി അത് ചെയ്യാനും പറ്റും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പം ഞാനിപ്പം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡിന് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റീസെൻ്റ്ലി ഒരു ആയുർവേദിക് ഹെയർ ഓയിൽ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയുക, അറൗണ്ട് ഒരു 100 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ട് അവർ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റിന്റെ സോഷ്യൽ പ്രൂഫാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ്സ് ആയിട്ട് ഡയറക്റ്റ് കൺവേർഷൻ എന്നുള്ള രീതിയിലാണ് സോഷ്യൽ പ്രൂഫ്. ഇൻ ദ സെൻസ്, അതായത് ഇപ്പം അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അതിന്റെ എക്സ്പീരിയൻസ് പറയുന്ന രീതിയിലുള്ള, അതായത് ഇപ്പം കസ്റ്റമറിന്റെ ഒരു ടെസ്റ്റിമോണിയൽ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നമുക്ക് അറൗണ്ട് ഒരു 9 rupeesനാണ് എന്ത് കോസ്റ്റ് പെർ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഒരു സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോസ്റ്റ് പെർ സെയിലിന് ഏകദേശം ഒരു 70 rupees ആണ് വന്നിട്ടുള്ളത്. ഒരു 6 or 7 മെസ്സേജ് വരുന്ന സമയത്ത് ഒരു സെയിൽ ആവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പം പിന്നെ പിന്നെ 70 മുടക്കി കഴിഞ്ഞാൽ എത്ര റുപ്യന്റെ സെയിൽ നടക്കുന്നുണ്ട് അവിടെ? 600 ആണ് 10x ആണ് വരുന്നത്. 10 ROAS ആണ്. ഇത്ര ₹1 മുടക്കിയാൽ 10 റുപ്യ. അപ്പൊ അല്ല, ഇത് ആക്ച്വലി എന്താ പറയാ, ഈ ഒരു ബ്രാൻഡിന് ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൊല്യൂഷൻ അത്രയും അടിപൊളിയാണ്. ആ സമയത്ത് ഇവർ ഇതിന്റെ കൂടെ ബ്രാൻഡിങ് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 9 കിട്ടുന്നിടത്ത് ചിലപ്പോൾ 5 or 4 ആവും. മേ ബി ചിലപ്പോൾ 3 വരെ ആവാം, 3, 2 ഒക്കെ റിസൾട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ ഈ 10x ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് 20x ആവാൻ സംഭവം ഈസിയാണ്. അവിടെ ഒന്നുകൂടി ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അടിപൊളി പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്. നല്ല സൂപ്പർ സൊല്യൂഷൻ ആണ്. അതെ അതെ. പ്ലസ് സോഷ്യൽ പ്രൂഫിംഗ്, അതായത് ബ്രാൻഡ് ഫോളോവേഴ്സും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, കോർ പ്രോബ്ലം ആണ് അവിടെ സോൾവ്. അതെ. മുടി ഒഴിച്ചിലാണോ സോൾവ് ചെയ്ത്? എക്സാക്ട്ലി. അത് കോർ പ്രോബ്ലം. അതിപ്പോ എത്ര പ്രൊഡക്റ്റ് ഉണ്ട് മാർക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഇതുണ്ട്. അത് പ്രോബ്ലം ആണ്. കാരണം മുടിന്റെ എന്ത് സാധനവും എനിക്കൊന്ന്, ഞാനും ഫാർമസിയിൽ കുറെ വിറ്റിട്ടുണ്ട്. മുടിന്റെ എന്ത് പറഞ്ഞു വിറ്റാലും അത് പോവും നോർമലി. അതിന് നമ്മൾ ആക്ച്വലി എന്താ പറയാ, അങ്ങനെയല്ല, ആ ഒരു ക്രിയേറ്റീവ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അല്ലെ, മീൻസ് അത്ര ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ് ഒന്നും അല്ലത്. ബട്ട് ഈ ഒരു പ്രോബ്ലം അത്രയും ഇതായതുകൊണ്ടാണ്, റെലവെന്റ് ആയതുകൊണ്ടാണ് നമുക്കത് ചെയ്യാം. മീൻസ് അതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബ്രാൻഡിങ് കൂടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇമ്പാക്ട് ആ ഒരു ബ്രാൻഡിന് ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടം വരെ എത്തിയത്, നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗൂഗിൾ ആഡ്സും ഫേസ്ബുക്ക് ആഡ്സും തമ്മിൽ എത്തിയത്. ഫേസ്ബുക്ക് ആഡ്സ് കുറച്ചും കൂടിയും ഞങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്നെന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നതെന്നില്ലാണ്. ഓക്കെ. അപ്പൊ ഫേസ്ബുക്ക് ആഡ്സ് പറഞ്ഞു നമ്മൾ അവയർനെസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, വി എക്സിസ്റ്റ്, നമ്മൾ ഇന്നെന്ന പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഗൂഗിൾ ആഡ്സ് എവിടെയാണ്? ഗൂഗിൾ ആഡ്സിന്റെ കേസിൽ എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഗൂഗിൾ ആഡ്സിലും ഈ പറഞ്ഞ പോലെ 2 രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ട്. ബട്ട് സെർച്ച് ആഡ്സിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിമാൻഡ് ഒന്നുകൂടി ക്യാപ്ചർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത്
ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ആള് വന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രോബ്ലത്തിന് ഒന്നിക്കൽ ആക്റ്റീവ്ലി പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ആക്റ്റീവ്ലി റിസർച്ച് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് ഫ്ലാറ്റ് ഫോർ സെയിൽ ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് ആക്റ്റീവ്ലി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ആക്റ്റീവ്ലി ആ ഒരു ബൈ ചെയ്യാനുള്ള ഒരു ഇന്റന്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ഡിമാൻഡിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് സെർച്ച് ആഡ്സ് ത്രൂ നമ്മൾ ചെയ്യുന്നത്. മറ്റേത് ഇൻട്രസ്റ്റ് മാത്രമേ മറ്റേത് ഇൻട്രസ്റ്റ് ബിഹേവിയേഴ്സ് വെച്ചിട്ട്, അതായത് ഇപ്പം ഈ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, നമ്മളിപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പം കാറ് ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് നമ്മളിപ്പം ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഇപ്പം പോയിട്ട് കാർ വർക്ക്ഷോപ്പ് നിയർ മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇപ്പം എന്താ പറയുക ആ ഒരു ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമറിന്റെ ഡിമാൻഡ് ക്യാപ്ചർ ആയി. അതേ സ്ഥാനത്ത് ഇപ്പം മെറ്റയിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ് ആ മെസ്സേജ് ചിലപ്പോൾ റൈറ്റ് ടൈമിലായിരിക്കില്ല ഈ ഒരു കസ്റ്റമറിന് കിട്ടുന്നുണ്ടാവുക. കറക്റ്റ്. അതായത് നമ്മൾ മെറ്റയുടെ കേസിൽ ഇപ്പം നമ്മളെ കയ്യിൽ ഇങ്ങനെ കാർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ്, വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അറിയിക്കുക അല്ലെങ്കിൽ ആ രീതിയിലാണ്. പിന്നെ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു സർവീസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇത് ഓർക്കണം. അതെ, ഞാൻ ഒരെണ്ണം കണ്ടിരുന്നല്ലോ. അതെ. ബട്ട് ഞാൻ ഒരിക്കലും പറയുന്നത് എന്താ വെച്ചാൽ മെറ്റ ഒരിക്കലും എഫക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലല്ല, ബട്ട് ഇതിന്റെ ഒരു ഡിഫറൻസ് ആണ്. അതായത് മറ്റേത് നമ്മള് ഇപ്പൊ മെറ്റ ആണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആണല്ലോ ആഡ് പോണത്. അപ്പൊ നമ്മൾ ആക്ച്വലി ഒന്നും വാങ്ങിക്കാനല്ല മെറ്റ തുറക്കണേ, നമ്മൾ കുറച്ച് എന്റർടൈൻമെന്റ് ബാക്കിയുള്ളവരെ പിന്നെ റീൽസ് ഒക്കെ കാണാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു റീല് കാണുമ്പോ ഓക്കെ എങ്ങനെ ഒരു സാധനം ഉണ്ട്, വീണ്ടും ആ റീല് കാണും. അപ്പൊ ആ അവയർനെസ് ബിൽഡായി. ഓക്കെ, പിന്നെ അതിങ്ങനെ അവയർനെസ് ബിൽഡായി. മേ ബി മെറ്റക്ക് മനസ്സിലാവും കുറച്ചാകുമ്പോ ഇവൻ പ്രോബബ്ലി 2 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ കാർ വാങ്ങിക്കാൻ സ്ഥിരമായിട്ട് കാറിന്റെ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ള രീതിയിൽ. മെറ്റ ആണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും നമ്മളെ ആക്ടിവിറ്റി കാര്യങ്ങൾ അവരെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ട്രൂ. ഓക്കെ, അപ്പം കുറച്ചുകൂടി ഇന്ത്യൻ ബേസ്ഡ് ആണ്. അപ്പൊ മെറ്റയിൽ നമുക്ക് ക്രിയേറ്റീവ്സ് ഒക്കെ ഉണ്ടാക്കണം, വീഡിയോ വേണം, ഇമേജ് വേണം, വാട്ട് എവർ വർക്ക്സ്. ഗൂഗിളിൽ ഈ സാധനം ഒന്നും വേണ്ടല്ലോ. ഗൂഗിളില് ഞാൻ പറഞ്ഞില്ല, അതായത് ഇപ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ആഡ്സ് ഉണ്ട്. പല ടൈപ്പ് ഓഫ് ആഡ്സിൽ ഇപ്പം ഒന്നാമത്തെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ സെർച്ച് ആഡ്സ് വരുന്നത്. ഒരു കസ്റ്റമർ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ കാണിക്കുന്ന ആഡിനാണ് സെർച്ച് ആഡ്സ്. അതായത് എനിക്കിപ്പം എന്റെ വീട്ടിലേക്ക് ഒരു സോഫ സെറ്റ് വേണം. സോഫ സെറ്റ് സെർച്ച് ആഡ്സിൽ തന്നെ നമുക്ക് പല ടൈപ്പ് വരുന്നുണ്ട്. സെർച്ചിൽ ഇപ്പം ടെക്സ്റ്റ് ആയിട്ട് വരുന്ന ആഡ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് ഉണ്ട്, അതിൽ തന്നെ കോൾ ആഡ്സ് ആയിട്ട് വരുന്ന ആഡ്സ് ഉണ്ട്. കോൾ ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഡയറക്റ്റ്ലി ലാൻഡിംഗ് പേജിന് മീൻസ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് മൊബൈൽ ഡയൽ പാഡിലേക്ക് പോയിട്ട് അവിടുന്ന് കോള് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ആഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ലാൻഡിംഗ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ആക്ഷൻ എടുപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അതേ സമയത്ത് ഇപ്പോൾ ഷോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗിന്റെ കേസിൽ ഇപ്പം നമ്മളിപ്പോൾ AC എന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ലിസ്റ്റ് ഓഫ് ആഡ്സ് കാണാം, സ്പോൺസേർഡ് ആയിട്ട് കാണുന്ന ആഡാണ് ഇതിൽ വരുന്നത്. ഇനി അതല്ലാതെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് ഉണ്ട്. പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് വരുന്നത്. അതായത് ഇപ്പം എന്താ പറയുക, സെർച്ചിൻ്റെയും ഡിസ്പ്ലേൻ്റെയും വീഡിയോൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ആഡാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ഈ ഒരു അസറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ് ടു 20 ഇമേജസ് വരെയും പിന്നെ 5 വീഡിയോസ് വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഗൂഗിളിൽ ഒരിക്കലും ഞാനൊരു വീഡിയോ ആഡ് കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടണില്ല. ഗൂഗിളിൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം. അതായത് ഇപ്പം MX പ്ലെയർ യൂസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ആയിട്ട് കാണാറില്ല, ഇടയ്ക്ക് സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആഡ്. അത് ആക്ച്വലി ഗൂഗിൾ ആഡിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതായത് ബാക്കിയുള്ള വെബ്സൈറ്റുകളിൽ ഗൂഗിൾ ആഡ്സെൻസ് ആഡ്സെൻസ് ഇന്റഗ്രേറ്റ് ചെയ്തവർക്ക് ആള് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയാ, ഗൂഗിൾ പാർട്ട്നേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സിലും പിന്നെ ആഡ്സെൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇതിലും ആഡ്സ് കാണിക്കും. ഗൂഗിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഗൂഗിൾ സെർച്ച് മാത്രമല്ല, അല്ല പല ആപ്പുകളും പല വെബ്സൈറ്റുകളും ഗൂഗിളിന്റെ പാർട്ടാണ്. പിന്നെ ഈ PMax ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വീഡിയോ ആഡ്സ് ഉണ്ട്. വീഡിയോ ആഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം യൂട്യൂബ് നമ്മൾ കാണുന്ന സമയത്ത് വരുന്ന സ്കിപ്പബിള്, അതുപോലെ തന്നെ നോൺ സ്കിപ്പബിള്, ഇപ്പം വീഡിയോന്റെ ഇടയിൽ വരുന്നതിന് ഇൻ സ്ട്രീം എന്ന് പറയും. പിന്നെ 5 സെക്കൻഡ്സ് ആണ് ബമ്പർ ആഡ്സ് എന്ന് പറയും. അതിൽ തന്നെ നമുക്ക് പല കാറ്റഗറി ഉണ്ട്. അപ്പം അത് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ആഡ്സ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് ത്രൂ ആണ് നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് ഉണ്ട്. ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാനർ റിലേറ്റഡ് ആയിട്ട്, അതായത് ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ അധികവും നിങ്ങൾ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ വെബ്സൈറ്റിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണ് ചെറിയൊരു പോർഷനായിട്ട് വരുന്ന ആഡാണ് ഡിസ്പ്ലേ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. പിന്നെ ആപ്പ് ഇൻസ്റ്റാൾസിന് വേണ്ടിയിട്ട് വരുന്ന ആഡ് വരുന്നുണ്ട്. അപ്പം ഇത്രയും ടൈപ്പ് ആഡ്സ് ഉണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ഗൂഗിള് ഒരു ഇന്ത്യൻ ബേസ്ഡ് അതാ പറഞ്ഞത്, അതായത് ഇപ്പം ഈ സെർച്ച് ബേസ്ഡ് ആയിട്ട് വരികയാണെങ്കിൽ അതൊരു ഇന്ത്യൻ ബേസ്ഡ് ആണ്. ബട്ട് ബാക്കിയുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ ഏകദേശം മെറ്റയായിട്ട് സിമിലാരിറ്റീസും ഉണ്ട്. അതായത് ഇപ്പം സെർച്ചിന്റെ കേസിൽ നമ്മൾ കുറച്ചുകൂടി ഒരു കീവേഡ് ബേസ്ഡ് ആയിട്ടാണ് ടാർഗറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇന്ത്യൻ ബേസ്ഡ് കൂടുന്നത്. ഇപ്പം ഡിസ്പ്ലേ സാധ്യത കൂടുതലാണ്. ഡിസ്പ്ലേന്റെ കേസൊക്കെ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഡിഫറെന്റ് കാര്യങ്ങൾ, പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച് അവീവിലേക്ക് പോവാം. അവീവിന് നിങ്ങളോട് ചോദിച്ചു ഫേസ്ബുക്ക് ആഡ്സും കൂടി പഠിപ്പിച്ചു തരട്ടെ. അപ്പൊ നിങ്ങൾ വേഗം കയറിയിട്ട് കൊത്തി ഫേസ്ബുക്ക് ആഡ്സും കൂടി പഠിക്കാം. ഓക്കെ, രണ്ടും പഠിച്ചു. ഇതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇതിന് ശേഷം നിങ്ങൾ ഫേസ്ബുക്ക് ആഡ്സും ഗൂഗിൾ ആഡ്സും രണ്ടും ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏകദേശം ഒരു 6 മെമ്പേഴ്സ് ടീമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടീമിനെ മാനേജ് ചെയ്യാന്നുള്ള രീതിയിലേക്ക്, അതായത് ഇപ്പം ഒരു മെറ്റ കഴിഞ്ഞ ഒരു 6 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റയും ഗൂഗിളും ഒരു ഹെഡ് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ആ ടീമിനെ മാനേജ് ചെയ്യുക എന്നുള്ള, അതായത് ഇപ്പോൾ അവർക്കുള്ള പ്രോപ്പർ ഗൈഡൻസ് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പം ആ ഒരു സമയത്താണ് എനിക്ക് അക്കൗണ്ടൻസിന്റെ തന്നെ അവീവിൽ ഒരു എന്താ പറയുക ട്രെയിനിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ടെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ ട്രെയിനിങ് ചെയ്തു. ട്രെയിനിങ് ആക്ച്വലി എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ആക്ച്വലി. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം, നല്ല ഒരു ഹരമാണല്ലോ. അപ്പം ട്രെയിനിങ്ങിന്റെ ഒരു സിനാരിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മളെ നല്ല രീതിയിൽ ട്രെയിനിങ് ഗ്രോ ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല പ്രശ്നമല്ല, അങ്ങനെ അഡ്വാൻറ്റേജ് വേറൊരാളെ പഠിപ്പിക്കാൻ ആക്ച്വലി പഠിക്കും. അതായത് ഇപ്പം ഞാനിപ്പം നിങ്ങളെ മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം പ്രിപ്പയർഡ് ആയിട്ടേ ഞാൻ വരുള്ളൂ. അപ്പം നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ വരുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഈ സ്റ്റുഡൻസിനാണെങ്കിലൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാവും. അപ്പം ആ ഡൗട്ട്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് കുറച്ചുകൂടി ആ ഒരു എക്സ്പെർട്ടൈസ്. പിന്നെ പൊതുവേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക, ഒരു സ്പെസിഫിക് ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3-4 പെർസ്പെക്റ്റീവിലുള്ള ആൻസേഴ്സ് ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം അത് നമുക്ക് ഡിഫറെന്റ് കുറച്ചുകൂടി ആ ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റി ഒരു ഇൻഡെപ്ത് നമുക്ക് കിട്ടാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഞാൻ എപ്പോഴും പറയല്ലേ, പഠിപ്പിക്കലാണ് ഏറ്റവും ബെസ്റ്റ് പഠനം. അതെ അതെ അതെ. കാരണം വേറൊരാളെ പഠിപ്പിക്കാൻ നമ്മൾ ആ ഫുൾ ഏരിയ നോക്കണമല്ലോ, കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നോക്കണം എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ ട്രെയിനറായി മീൻസ് അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെയാണ് ട്രെയിനിങ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഏകദേശം അവിടെ ഒരു 2.5 years ഉണ്ടായിരുന്നു. പാനസോണിക്കിന് എന്തായിരുന്നു ചെയ്തത്? പാനസോണിക്കിന് നമ്മള് ഈ പറഞ്ഞ പോലെ ആഡ്സ്, ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തത്. പാനസോണിക് ആയിരിക്കും ഫസ്റ്റ് ഇ കൊമേഴ്സ് ക്ലയന്റ് അങ്ങനെയാണെങ്കിൽ. അതേ, ബട്ട് അന്ന് ഈ ഒരു രീതിയിലുള്ള ഇതല്ലായിരുന്നു. ബട്ട് എന്താ പറയാ, ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്സ് ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഈ ഒരു ഇതന്നെയായിരുന്നു ഒബ്ജക്റ്റീവ്. ബട്ട് കാറ്റലോഗ് സെയിൽസ് ആ ഒരു രീതിയിലല്ലായിരുന്നു അതിന്റെ ഒരു കൈൻഡ് ഓഫ് ആഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്താ പറയാ, ഡയറക്റ്റ് നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യുക, മീൻസ് ഒരു ക്രിയേറ്റീവ് അപ്രോച്ച് എടുത്തിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്തിട്ട് അവിടുന്ന് സെല് ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പൊ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പല രീതിയിലുള്ള ഇപ്പം എന്താ പറയാ കാറ്റലോഗ് സെയിൽസ്, അങ്ങനെ പല രീതിയിലുള്ള പുതിയ കുറെ ഇംപ്ലിമെന്റേഷൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഡയറക്റ്റ് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു ക്രിയേറ്റീവ് അപ്രോച്ച് എടുത്തിട്ട് അവിടുന്ന് ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് എടുത്തിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു അതിന്റെ ഒരു. ഇപ്പൊ എന്താ ഡിഫറൻസ് ആക്ച്വലി? അല്ല, ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീഡൊക്കെ അപ്ലോഡ് ചെയ്ത് ആ ഫീഡ് മീൻസ് ഇപ്പം ഓരോ ഫീഡിന്റെ കാറ്റഗറീസ് എടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫീഡ് ഇൻ ദ സെൻസ്, അതായത് ഇപ്പം നമ്മുടെ ടോട്ടൽ പ്രൊഡക്ട്സിന്റെ ലിസ്റ്റ് എടുക്കും. അതായത് ഇപ്പം ഷോപ്പിഫൈ ആണെങ്കിൽ ഷോപ്പിഫൈയിൽ നമുക്ക് സിംഗിൾ ക്ലിക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മെറ്റയായിട്ട് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പം എന്നിട്ട് അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യും. അതായത് ഇപ്പം എല്ലാ പ്രൊഡക്ട്സും ചിലപ്പോൾ നമുക്ക് ഹീറോ പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിലായിരിക്കണം എന്നില്ല. അപ്പം അതിന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങളുള്ള പ്രൊഡക്ട്സ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ വിന്നിങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമർ ഇൻ ദ സെൻസ് അവർക്ക് ഏറ്റവും പ്രോഫിറ്റബിൾ എങ്ങനെയാണ്, അതായത് ഇപ്പം മേ ബി ചിലപ്പം എല്ലാ പ്രൊഡക്റ്റിനും സെയിം കൈൻഡ് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കില്ല. അപ്പം നമ്മളൊരു ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് ഇപ്പം കൂടുതൽ ഇപ്പം എന്താ പറയുക
കൂടുതൽ റിട്ടേൺസ് വരുന്ന പ്രൊഡക്ട്സ് ഏതാണെന്ന് വെച്ചാൽ പ്രോഫിറ്റ്സ് വരുന്ന പ്രൊഡക്ട്സ് ഏതാണെന്ന് വെച്ചാൽ അത് കൂടുതൽ സ്കെയിൽ ചെയ്യാന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ കുറച്ച് ലോ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്യാമ്പയിൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഇത്ര കാക്ക് വരില്ല. കാക്ക് എന്ന് പറയുന്നത് കാക്ക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ അക്വസിഷൻ, കസ്റ്റമർ അതായത് കോസ്റ്റ് പെർ പർച്ചേസ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അതിപ്പം അത്ര വരില്ല. അപ്പം അതിന്റെ കേസിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പ്ലാറ്റ്ഫോം ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ് ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 500 rupees ഒരു 10 പർച്ചേസ് വന്നു. ആ 10 പർച്ചേസ് വന്നത് എന്താ പറയുക അതിൽ കുറച്ച് ലോ വാല്യൂ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അതിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടാവില്ല. അങ്ങനല്ല, അതായത് ഇപ്പം എന്താ പറയുക ലോ വാല്യൂ പ്രൊഡക്ട്സ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ പർച്ചേസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേ സ്ഥാനത്ത് ചിലപ്പം ഹൈ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചിലപ്പം പർച്ചേസിന്റെ കൗണ്ട് കുറവായിരിക്കും. ബട്ട് എന്താ പറയാ ഇപ്പം എൻഡ് ഓഫ് ദി ഡേ പ്ലാറ്റ്ഫോമിന് ബെറ്റർ ആയിട്ടുള്ള ലേണിംഗ് ഒരു പർച്ചേസ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് ഓഫ് അവിടെ കുറയും ഹൈ വാല്യൂ പ്രൊഡക്റ്റ് ആണെങ്കിൽ. അതെ, അതായത് പെർസെന്റേജ് വൈസ് ഞാൻ കുറച്ചുകൂടി ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പം ഒരു നമ്മളെ കയ്യിൽ ഒരു 2000 പ്രൊഡക്റ്റും ഉണ്ട്, 1000 പ്രൊഡക്റ്റും ഉണ്ട്. അപ്പം 1000 പ്രൊഡക്റ്റിന് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റും. കറക്റ്റ്. അപ്പം മേ ബി ചിലപ്പോൾ 1000 പ്രൊഡക്റ്റിന്റെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 പ്രൊഡക്റ്റിന്റെ കൗണ്ടിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതെ. അപ്പം കൂടുതൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന് ഇപ്പോൾ മെറ്റയ്ക്കാണെങ്കിലും ഗൂഗിളിലാണെങ്കിലും പ്ലാറ്റ്ഫോമിന് ബെറ്റർ ലേണിംഗ് കിട്ടുന്നതിനനുസരിച്ച് എന്തായി പ്ലാറ്റ്ഫോം ഒന്നുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും, കുറച്ചുകൂടി നല്ല കസ്റ്റമേഴ്സിന് പെർഫോം ചെയ്യും. അതേ സ്ഥാനത്ത് ഇപ്പം 2000 ആണെന്നുണ്ടെങ്കിൽ ഈ 2000 പർച്ചേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിന്റെ ചിലപ്പോൾ കൗണ്ട് കുറവായിരിക്കും. ബട്ട് പ്ലാറ്റ്ഫോം കൺസിഡർ ചെയ്താൽ വെച്ചാൽ ഈ ഒരു 2000 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഏത് ബിഹേവിയറുള്ള അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിന്റെ ബിഹേവിയർ ആണ് അനലൈസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഒരു സിമിലർ ഓഡിയൻസിലേക്കാണ് പിന്നെന്ത് ചെയ്യുന്ന. ട്രൂ. അപ്പം ബെറ്റർ ലേണിംഗ് ആണ് രണ്ടിന്റെ സ്പ്ലിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആണോ? അപ്പോൾ ഓക്കെ. അപ്പോൾ നിങ്ങൾ ട്രെയിനിങ് അവീവ് ഡിജിറ്റൽ ട്രെയിനറായി പോയി തുടങ്ങി, കൂട്ടത്തിൽ ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ആ ജേർണി എങ്ങോട്ടേക്കാണ് പോണത്? പിന്നെ പോയിട്ടുണ്ട് പാനസോണിക്. നമ്മൾ പാനസോണിക്കിലാണ് ഡിസ്കസ് ചെയ്ത്. ആ പാനസോണിക്കിൽ നിങ്ങൾ പറഞ്ഞു നമ്മൾ വെബ്സൈറ്റിലേക്കാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ. ഇപ്പം എന്താണ് എക്സാക്ട്ലി ഡിഫറൻസ്? വെബ്സൈറ്റിലേക്ക് തന്നെയല്ലേ ഡൈവേർട്ട് ചെയ്യുന്ന മീൻസ് ഇപ്പം എന്താ പറയാ ഇപ്പം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് റീമാർക്കറ്റിംഗ് പ്രോസസ്സിനാണെന്നുണ്ടെങ്കിലൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ്, അതായത് കുറച്ചുകൂടി എന്താ ഏബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാക്ട് പ്രൊഡക്റ്റ് വൈസ് ഒക്കെ ആയിട്ട് നമുക്ക് റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് പേജ് എന്നുള്ള രീതി. അതായത് ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി എന്താ പറയാ ഈ കാറ്റലോഗ് ബേസ്ഡ് ആയിട്ട് വന്നതിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് അതിലേക്ക് വന്നിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട് പ്രൊഡക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആഡ് ടു കാർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിന്റെ മീൻസ് ഇപ്പം എന്താ പറയാ പ്ലാറ്റ്ഫോമിന്റെ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം ആ എക്സാക്ട് പ്രൊഡക്റ്റ് ഏത് ആണ്, ആ എക്സാക്ട് പ്രൊഡക്റ്റ് തന്നെ ആ ഒരു യൂസറിന് ആരാണ് ആഡ് ചെയ്തത്, അപ്പൊ അത് വീണ്ടും ആഡ് കാണിക്കാൻ ചെക്കൗട്ട് ചെയ്തോളുള്ള കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേജിൽ വിസിറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മൾ റീമാർക്കറ്റ് ചെയ്യുന്നുണ്ടാവുക. അതാണ് അത് ആക്ച്വലി ഒരു 6-7 years മുന്നേ ആണ്. അതായത് കുറച്ചുകൂടി കൂടുതൽ ഡാറ്റ അവൈലബിൾ ആയിട്ട് കിട്ടി. അപ്പം അതിൽ തന്നെ ഒരു രീതിയിൽ. അടുത്ത ജേർണി എങ്ങോട്ടേക്കാണ് പോകുന്നത്? പിന്നെ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലായിരുന്നു. ഇംഗ്ലീഷ് ഹൗസിന്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വാട്സ്ആപ്പ് ബേസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ബ്രാൻഡിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ എന്താ, ഏത് കൊല്ലായിരുന്നു അത്? 2020. കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ. അപ്പം അവിടെ ആക്ച്വലി മീൻസ് ഞാൻ അപ്പം പോകുന്ന സമയത്ത് ആ ഒരു ബ്രാൻഡ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നുള്ള രീതിയിലാണ്. അറൗണ്ട് ഒരു 5000 ഫോളോവേഴ്സ് ആയിരുന്നു അവർക്ക് മൊത്തം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. അപ്പം അവരൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് തന്നെ മീൻസ് ഇപ്പം എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം അത് ഒരു 3 to 4 days കൂടുമ്പോൾ 1 എന്നുള്ള രീതിയിലേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അത് കുറച്ചുകൂടി ഒരു സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ സെഗ്മെൻറ്റ് ചെയ്ത് എന്താ പറയുക അത് ഡെയിലി ബേസിൽ തന്നെ ഇപ്പം ഓരോ വീഡിയോ പോകുന്ന രീതിയിലേക്ക് നമ്മളത് പ്ലാൻ ചെയ്ത് ആ ഒരു സംഭവം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം
അത് പിന്നെ നല്ല രീതിയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇമ്പാക്റ്റ് നല്ല രീതിയിൽ നമുക്ക് ആഡ്സിലേക്കും നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം ആഡ്സിൻ്റെ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിലും ഒരു ഫോളോവേഴ്സ് ബിൽഡ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ ഇപ്പം ഓരോ കസ്റ്റമറിനെ അക്വയർ ചെയ്യാനുള്ള കോസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് റെഡ്യൂസ് ആയി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓർഗാനിക്കലി നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ads അല്ല. ഓർഗാനിക്കലി ചെയ്യുന്നത് ആഡ്സിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പം നമ്മളിപ്പം ഒരു ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു വീഡിയോസ് ഓർഗാനിക് ആയിട്ടും അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു കണ്ടു, അവരുടെ തന്നെ പിന്നെ ആഡ് കാണുന്ന സമയത്ത് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാനുള്ള ചാൻസ് അവിടെ ഒന്നുകൂടി കൂടുതലാണ്. അപ്പം അവിടെ കൺവേർഷൻ വരാൻ കുറച്ചുകൂടി ഈസി ആയി. അപ്പം അങ്ങനെ നമ്മൾ അതിപ്പം ഞാൻ അവിടെ അറൗണ്ട് ഒരു 3 years ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 yearsൻ്റെ ഉള്ളിൽ തന്നെ അറൗണ്ട് നമുക്ക് ടോട്ടൽ സോഷ്യൽ മീഡിയയിൽ ഒരു 15 lakh+ ഓഡിയൻസ് ടോട്ടൽ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് 1.5 million ഫോളോവേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിന്യൂ യൂട്യൂബിൽ നിങ്ങൾ പിന്നെ ഈ ഷോർട്ട് ഫോം വീഡിയോസ് യൂട്യൂബില് ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ലോങ് ഫോം ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷോർട്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമ്മൾ ഷോർട്ടിലേക്കും, അതായത് ഇപ്പം അറൗണ്ട് ഇപ്പം എന്താ പറയുക, റീൽസും ഇതുമായിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് വെച്ചിട്ട് റീൽസിലും ചെയ്യും, അതുപോലെ തന്നെ ഷോർട്സിലേക്കും ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഷോർട്സിൽ 60 seconds മറ്റേതിൽ 90 seconds ആയിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പം അത് ചെറിയൊരു പോർഷൻസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെയും ചെയ്യാൻ തുടങ്ങി. അപ്പം അത് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മീൻസ് അവിടുത്തെ എൻ്റെ ഒരു ജോബ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇൻ ഓൾ ആയിരുന്നു. അങ്ങനെയല്ല, എന്താ പറയുക, സെയിൽസിൻ്റെ ടീമിനെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നോക്കുക, സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്സ് ഉണ്ടാവും, അവരെ കണക്ട് ചെയ്തിട്ട് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കരിക്ക് പോലത്തെ ചാനൽസിനെ കണക്ട് ചെയ്തിട്ട് എൻഡോസ് ചെയ്യുക, അങ്ങനത്തെ പല ആക്ടിവിറ്റീസ് സെയിൽസ് കൊണ്ടുവരാൻ എന്താ ചെയ്യുക എല്ലാം ചെയ്യുക. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് നല്ലൊരു ഇതായിരുന്നു. എനിക്ക് എൻ്റെ കരിയർ വൈസ് ആണെങ്കിലും നല്ലൊരു എക്സ്പോഷർ അവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കുറെ വന്നിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്കൊന്ന് പിന്നെ നിങ്ങളിപ്പം ജോയിൻ ചെയ്ത ആ കമ്പനി ഇംഗ്ലീഷ് ഫസ്റ്റ് ആയിരുന്നു അല്ലേ? അവരായിരുന്നു ഫസ്റ്റ് ഈ പരിപാടി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് മലയാളികളെ ഇംഗ്ലീഷ് പറയാൻ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അവിടെ പിന്നെ നിങ്ങൾ വീഡിയോസ് അവർ ഓൾറെഡി ഉണ്ടാക്കുകയുണ്ടായിരുന്നു, അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആക്കി. അതെ, അതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവിടുത്തെ ഒരു എന്താ പറയാ, ഞാൻ ഇപ്പം പോയ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ടാർഗറ്റ് ഓഡിയൻസിനെ ഒന്നുകൂടി സെഗ്മെന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് ആണ്. അപ്പോൾ അതിൽ തന്നെ ഹ്യൂജ് ഒരു ഓഡിയൻസ് അതിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ ഇപ്പം എന്താ പറയുക, ഡിഫറെൻറ്റ് സിനാരിയോസിൽ ഇപ്പോൾ ഓഡിയൻസിനെ സെഗ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ തന്നെ ഇവരുടെ കോഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബേസിക് ലെവലുണ്ട്, ഇന്റർമീഡിയറ്റ് ലെവലുണ്ട്, അഡ്വാൻസ് ലെവലുണ്ട്. അപ്പം ഏത് ലെവലാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇതുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൽ തന്നെ ഇപ്പം അത് മീൻസ് പല സിനാരിയോ ആയിട്ട് സെഗ്മെന്റ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓൾറെഡി ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അവർ മീൻസ് പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ചെയ്യുകയാണെങ്കിൽ അത് ഓരോ ആൾക്കാരെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് സെഗ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ക്രിയേറ്റീവ്സും സെയിൽസിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് ഓർഗാനിക് സൈഡിൽ എന്താ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ബേസിസിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാരന്റ് ആണെങ്കിൽ സ്റ്റുഡൻസുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെ ആ ഒരു അവരുടെ മെയിൻ, അതായത് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ ഡയറക്റ്റ് അഡ്രസ്സ് ചെയ്തിട്ട് ചെയ്യാം. അതിപ്പം നമ്മളിപ്പം കോമൺലി നമ്മളെ കയ്യിലിപ്പം എന്താ പറയുക, ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു സർവീസ് ഉണ്ടെന്ന് പറയുന്നതും അത് ഓരോ ആൾക്കാരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നതും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ബേസിക്കലി നിങ്ങൾ ഡെയിലി വീഡിയോസ് വെച്ച് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആഡ് നിങ്ങൾ ഓരോ സെഗ്മെന്റ്, ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് അവർക്ക് സ്പെസിഫിക്കലി ഇല്ല ആഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം സ്റ്റേ അറ്റ് ഹോം മോംസ് ആണെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് സെഗ്മെന്റ് ചെയ്യുന്നു. അതിന് എങ്ങനെയൊക്കെ നമുക്ക് മീൻസ് അവരെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് അല്ല അവരെ ഫേസ് ചെയ്യുന്ന പെയിൻ പ്രോബ്ലംസ് അഡ്രസ് ചെയ്തിട്ട് എങ്ങനെ ട്രിഗർ ചെയ്യാം, കംപ്ലീറ്റ്ലി ഒരു സൈക്കോളജിക്കൽ ട്രിഗേഴ്സിന്റെ ബേസിലാണ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ ഓർഗാനിക് കണ്ടന്റ് ചെയ്തു, അവിടെ നിങ്ങൾ പെയ്ഡ് ആഡ്സ് അങ്ങനെയാണ് സോൾവ് ചെയ്തത്. അവിടെ തന്നെ ഇപ്പം നമ്മളിപ്പം ഈ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് ഇൻസ്റ്റാഗ്രാം റീൽസ് ആണല്ലോ, കൂടുതലും ഷോർട്സും റീൽസും ആണ്. നമ്മള് യൂട്യൂബും അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബിൽ നിങ്ങൾ ചെയ്തിരുന്നു. ഗൂഗിൾ ആഡ്സിൽ യൂട്യൂബ് അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് ലോങ് ഫോം ആയിരുന്നു അല്ലെങ്കിൽ ഷോർട്സ്? അത് കുറച്ചൊരു ലോങ് ഫോം ഇൻ ദ സെൻസ്, അതായത് ഷോർട്ട് വീഡിയോസ് അല്ല, ഒരു 2 to 3 minutes ഉള്ള വീഡിയോസ് ആണ് നമ്മൾ അധികം ചെയ്തിട്ടുണ്ട്, ആഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഓക്കെ. അപ്പം അത് മീൻസ് ഇപ്പോൾ അവിടെ കുറച്ച് നമുക്കിപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഗൂഗിൾ ആഡ്സിൽ യൂട്യൂബിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കൂടുതലായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തത്. അപ്പം എന്താ പറയുക, നമ്മളിപ്പം ഓരോ ബ്രാൻഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ഗോളും കാര്യങ്ങളും ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ക്യാമ്പയിൻ ടൈപ്പാണ് അല്ലെങ്കിൽ എവിടെ എങ്ങനെ എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ ഓർഗാനിക്കലി ട്രസ്റ്റ് ബിൽഡ് ചെയ്തു, അതിൻ്റെ മുകളിൽ ആഡ്സ് ചെയ്തിട്ട് ആഡ്സിലൂടെയും റവന്യൂ അല്ല സെയിൽസ് വന്നു തുടങ്ങി. അടുത്തൊരു മൂവ്മെന്റ് അതിൻ്റെ അകത്ത് എപ്പോഴാണ് സംഭവിച്ചത്? അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്സ്? അല്ല, അത് നമ്മൾ ഇപ്പം ബ്രാൻഡ് ബിൽഡ് ആവുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തതിനുള്ളൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഓൾറെഡി ഈ സെലിബ്രിറ്റീസിനൊക്കെ കുറച്ചൊരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മീൻസ് ഒരു ക്രെഡിബിലിറ്റി ഓൾറെഡി ക്രിയേറ്റ് ട്രസ്റ്റ് ഓൾറെഡി ഉണ്ട്, ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിബിലിറ്റി ഓൾറെടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു അവരുടെ ക്രെഡിബിലിറ്റി നമ്മുടെ ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റി കൂടി വന്നിട്ട് അവർ ഒന്നുകൂടി ആക്ഷൻ എടുക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരല്ലാതെ തന്നെ ഇപ്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇപ്പം പൃഥ്വിരാജ്, അതുപോലെ തന്നെ മീൻസ് എന്താ പറയുക ശ്രീനാഥ് വാസി, മീര നന്ദൻ, അങ്ങനെ കുറെ ആൾക്കാരായിട്ട് നമ്മൾ എൻഡോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പൃഥ്വിരാജ് പോലത്തെ ഒരാൾ വന്നിട്ട് ഈ ഒരു ബ്രാൻഡിനെ എൻഡോസ് ചെയ്യുന്ന സമയത്ത് അവിടെ അവരുടെ ട്രസ്റ്റ് ആണ് വരുന്നത്. ഇപ്പം പൃഥ്വിരാജ് ഒരു ബ്രാൻഡ് പോയിട്ട് വെറുതെ ചുമ്മാ പോയിട്ട് ചെയ്യില്ലല്ലോ. അപ്പം ആ ഒരു ട്രസ്റ്റിന് ഒരു ഫാക്ടർ നമുക്ക് മൊത്തത്തിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വീണ്ടും നിങ്ങളെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കുറഞ്ഞു. പൃഥ്വിരാജും കൂടി വരുന്ന സമയത്ത്, ഓരോ ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് അത് കുറയും നല്ല രീതിയിൽ. അപ്പൊ നിങ്ങൾ അവിടെ ഏത് സെലിബ്രിറ്റി ആയിട്ട് നമ്മൾ എൻഗേജ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എങ്ങനെ എടുക്കുക? നമ്മൾ ആക്ച്വലി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താ പറയാ, അവരുടെ ഒരു കൈൻഡ് ഓഫ് ലാംഗ്വേജും, അല്ലെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇത് ഒന്ന് നോക്കും. അതായത് എന്താ പറയാ, അവരുടെ ലാംഗ്വേജ് എങ്ങനെ. ഇപ്പോൾ ഈ പൃഥ്വിരാജിനെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു സംഭവം വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചില ഇപ്പം എന്താ പറയുക, ചില ചാനൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ചില സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർലി ബ്രാൻഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യും. ബ്രാൻഡിങ് പർപ്പസിന്, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഇവിടെ ഉണ്ട്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള പർപ്പസിന് ചെയ്യും. ചില ആൾക്കാരെ കംപ്ലീറ്റ്ലി ഒരു കൺവേർഷൻ ഓറിയന്റഡ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇത് ചൂസ് ചെയ്യുന്നത്. പക്ഷേ പൃഥ്വിരാജിനെടുത്തപ്പോൾ നിങ്ങൾക്ക് റീച്ചും കൺവേർഷനും ഒരുമിച്ച് കിട്ടി. ഓക്കെ. ആ ഡിസിഷനിൽ പിന്നെ ഫൗണ്ടേഴ്സ് ആയിരുന്നു ഇൻവോൾവ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തതാണോ? ഹൗ ഈസ്? അല്ല, ഫൗണ്ടേഴ്സ് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം ആക്ച്വലി നമുക്ക് ഈ സെലിബ്രിറ്റീസിനെ കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർ അവൈലബിൾ ആകുന്ന സമയത്ത് അവരിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുക, ഇന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുണ്ട് എന്നുള്ള ഏജൻസി. അപ്പൊ അതിലെല്ലാരെയും നമ്മൾ കണക്ട് ചെയ്യില്ല. അതായത് ഇപ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ട് തോന്നുന്ന ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരാൾ വന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഒരു കുറച്ചുകൂടി സ്റ്റഡി, അല്ലെങ്കിൽ അവരുടെ ഒരു മീൻസ് ഇപ്പം എന്താ പറയുക, ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ക്രെഡിബിലിറ്റി ഫസ്റ്റ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ അവരുടെ ഒരു കൈൻഡ് ഓഫ് പോസ്റ്റിംഗ്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കറൻ്റ്ലി മീൻസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ എത്ര റീച്ച് ഉണ്ട്, അവരുടെ അനലിറ്റിക്സ് എന്നുള്ള രീതിയിൽ ഇനീഷ്യൽ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 പേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ അതിലൊരാളായിരിക്കും നമ്മൾ ഫൈനലാക്കുന്നുണ്ടാവും. അത് ഈവൻ ഇപ്പോൾ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ ഒരു വലിയ ലെവലാണ് സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്, അല്ലേ? ചെറിയ ലെവൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. സോ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇതും കൂടെ കടം വാങ്ങിക്കുന്നു, എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ സെയിൽസ് ഉണ്ടാക്കുന്നു. ഓക്കെ. ഇംഗ്ലീഷ് ഹൗസിൽ ഗൂഗിൾ ആഡ്സ് ചെയ്തിരുന്നു? ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ യൂട്യൂബ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂട്യൂബ് ആണ് ഗൂഗിൾ ആഡ്സ്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് അതായിരിക്കും ചെയ്ത്? അല്ല, എങ്ങനെ ആഡ്സിന്റെ പെർസെന്റേജ് വൈസ് മെറ്റാ ആഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സ് ആയിരിക്കും? എന്താ പറയാ, അതാ പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പം മെറ്റയുടെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റും ബിഹേവിയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ബേസ്ഡ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റയുടെ കേസിലാണ് പറയുന്നത്. ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ടാർഗറ്റിംഗ് ആണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 5 years മുന്നേ ആണല്ലോ. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ഓഡിയൻസിനെ സെഗ്മെന്റ് ചെയ്ത് ആ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് രീതിയിൽ ചെയ്യാം ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ പെയിൻ പോയിന്റ് കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്തിട്ട്. അപ്പം പിന്നെന്താ വെച്ചാൽ ഇപ്പം ഗൂഗിൾ ആഡ്സിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഗൂഗിൾ ആഡ്സിൽ ഇപ്പം കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ആഡ്സിനായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് വിഷ്വലി ആണ് കുറച്ചുകൂടി മീൻസ് സെർച്ച് ചെയ്ത് വരുന്നതിനെക്കാട്ടും
ഇതുണ്ടായിരുന്നത്. അതായത് ഇപ്പം മേ ബി ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ചിലപ്പോൾ അത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് വരണമെന്നില്ല. ബട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജസ്റ്റ് സെർച്ച് എഞ്ചിനാണ്, മീൻസ് വീഡിയോന് വേണ്ടിയിട്ടുള്ള. അതെ അപ്പം അത് എല്ലാവരും എന്താണ് മീൻസ് മെയിൻലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ഔട്ട്ഡേറ്റഡ് ആവണമെന്നില്ല, ആ ഒരു ബഗ് ഔട്ട്ഡേറ്റഡ് ആയി പോവോ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഹൗസിൽ നിങ്ങൾ ഇറങ്ങി അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഫ്രീലാൻസ് വർക്ക്. ഫ്രീലാൻസ് ആയിട്ട് ഓക്കെ. ഫ്രീലാൻസ് എന്താ സ്റ്റാർട്ട് ചെയ്തത്? ഫ്രീലാൻസ് ആയിട്ട് ഡിഫറെന്റ് മീൻസ് ഇപ്പോൾ ക്ലയൻസിന് ഓൺ ബോർഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ഇപ്പം എന്താ പറയുക, ലീഡ് ജനറേഷൻ ആ സമയത്തൊക്കെ കുറച്ചുകൂടി ഒരു ലീഡ് ജനറേഷൻ മീൻസ് ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ലീഡ് ജനറേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കസ്റ്റമർ സർവീസിന് വിളിക്കും? അല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പം ലീഡ് ജനറേഷൻ സർവീസ് ഇപ്പം എന്താ പറയുക, ആ ഒരു സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലയൻസ് ആണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ആ സമയത്ത് ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എക്സാമ്പിൾ സർവീസ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ കൊമേഴ്സ് അല്ലാതെ മീൻസ് ഇപ്പം ഒരു ഈ എടെക് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇതുണ്ടാവില്ലേ. ഓക്കെ. അപ്പം അതാണ് മീൻസ് ഇപ്പോൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാന്നുള്ള അല്ലാതെ വെബ്സൈറ്റിൽ വന്ന് സെല്ലിംഗ് അല്ലാതെ ഡയറക്റ്റ് ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ പക്ഷേ ലീഡ് ജനറേറ്റ് ചെയ്യാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കണ്ട ലീഡ്? അതിന് അല്ല, അങ്ങനെ അതിന് ഓരോ ടീം ഓൾറെഡി സെപ്പറേറ്റ് ബ്രാൻഡിനുള്ള ടീം ഉണ്ടാവും. മനസ്സിലായി. അതായത് ലീഡ് ജനറേറ്റ് ചെയ്യുക എന്നിട്ട് ബ്രാൻഡിന്റെ കോൾ സെന്റർ ടീം അതിനെ വിളിക്കുന്ന രീതിയിൽ. ഓക്കെ. അപ്പം ആ സമയത്താണ് ഞാൻ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു അൽ ഹുസൈഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ്, എനിക്ക് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വന്നു, ഫർണിച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് വന്നു. അപ്പം അവർ ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വെബ് ഡെവലപ്മെന്റ് ഒരു വേറൊരു ഏജൻസി, ക്രിയേറ്റീവ് വേറെ ഏജൻസി, പെർഫോമൻസ് വേറൊരു ഏജൻസി എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പെർഫോമൻസിൻ്റെ ഏജൻസി എനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടായിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി അവർക്ക് അറൗണ്ട് ഒരു 1.5 CR അടുത്ത് മന്ത്ലി ആഡ് സ്പെൻഡ് ഉണ്ടായിരുന്നു. അതായത് ഒരു $500,000. അതെ. അപ്പം ആഡ് സ്പെൻഡ് ആണ്. അപ്പം അവർക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടി ഒരു എന്താ പറയുക, നമ്മൾ നാട്ടിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്ലയൻറ്റ് പോലെ അല്ലായിരുന്നു അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് വർക്കിംഗ് ഉണ്ടായിരുന്നത്. അതായത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ആ ഒരു 1.5 ആണെങ്കിൽ ആ 1.5 നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത് എന്നുള്ള പ്രോപ്പർ ഒരു മീഡിയ പ്ലാൻ നമ്മൾ ഈ മന്ത് നെക്സ്റ്റ് മന്തിലേക്കുള്ള ഒരു പ്ലാൻ ഈ മന്ത് ഒരു 15-20 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കും. മീഡിയ പ്ലാനിൽ ഏതൊക്കെ ചാനൽസിൽ എന്തൊക്കെ ആഡ്സ് നമ്മൾ റൺ ചെയ്യുന്നു, അതായത് ഫേസ്ബുക്ക്, ഗൂഗിള്, അതുപോലെ തന്നെ വേറെ ഏതൊക്കെ ചാനൽസ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ചാനൽസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം ആ ചാനൽസിൽ എത്ര എമൗണ്ട് ചെയ്യുന്നു, ഓരോ ചാനൽസ് എത്ര എമൗണ്ട് ചെയ്യുന്നു, ഓരോ ക്യാമ്പയിന് എത്ര ചെയ്യുന്നു, ഒരു ക്യാമ്പയിൻ ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ്, അതിന് കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡ് വേ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാം. ഒരു ക്വാർട്ടറിലേക്കാണോ ഒരു വർഷത്തേക്കാണ് എങ്ങനെയാണ് ഈ പ്ലാൻ കൊടുക്കുക? ഓരോ മന്ത് വരും, ഓരോ മന്ത് പ്ലാൻ വരും. എന്താണ് ഇപ്പം മന്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മന്ത് 15th ആകുമ്പോഴത്തേക്ക് പ്ലാൻ വരും. പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. അതിന്റെ ഒരു ക്രിയേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 25th ഒക്കെ ആകുമ്പോഴത്തേക്ക് തരും. അതിൽ നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ആ നെക്സ്റ്റ് 5 days ഉള്ളിൽ ചെയ്തിട്ട് 1ാം തീയതി തന്നെ ആ ഒരു പുതിയൊരു 1ാം തീയതി അല്ലെങ്കിൽ വിത്തിൻ 5 ആ ഒരു ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ ഓൺബോർഡ്. അതിൽ തന്നെ നമ്മൾ ടച്ച് ചെയ്യാത്ത ക്യാമ്പയിൻസ് ഉണ്ടാവും. ആ ഒരു കോസ്റ്റ് ഒക്കെ ഇതിൽ വരും. അതായത് ഇപ്പോൾ ചില ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ചില സെർച്ച് ക്യാമ്പയിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധിക രീതിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് മൊത്തത്തിലുള്ള സ്പ്ലിറ്റ് എങ്ങനെയാണ്, ബഡ്ജറ്റ് സ്പ്ലിറ്റ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു മീഡിയ പ്ലാനിന്റെ അണ്ടറിൽ വരും. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ആ കേസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കൊടുത്ത ആ പ്ലാനിൽ? എങ്ങനെയായിരുന്നു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നത്? സ്പ്ലിറ്റ് ഏകദേശം എങ്ങനെയാന്ന് പറഞ്ഞാൽ അറൗണ്ട് അധികവും ഒരു 50-50 റേഞ്ചിലാണ് ഉണ്ടാവുക. അതിപ്പോ ചില മെയിൻലി മെറ്റയും ഗൂഗിളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളത് വേറെ ഏജൻസി ആയിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ചാനൽസിൽ അധികവും 50-50 എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചാൽ നമ്മൾ മെയിൻലി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റ കൂടുതൽ ഒന്നുകൂടി ഒരു ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള അല്ലെങ്കിൽ അവയർനെസ് ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന്റെ കൂടെ തന്നെ അവിടെ മെറ്റയിലും സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ചെയ്യും. ബട്ട് ഗൂഗിൾ കുറച്ചുകൂടി ഒന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മീൻസ് കൺവേർഷനെ പുഷ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് സെയിൽസിലേക്ക് എത്തിക്കുക. ബട്ട് അല്ല, അവരുടെ ഒരു കൈൻഡ് ഓഫ് എന്താ വെച്ചാൽ അവരുടെ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജി തന്നെ ഒരു ഡിഫറെന്റ് ആയിരുന്നു. അവർക്ക് എന്താ പറയുക, ഓരോ മന്ത് അല്ലെങ്കിൽ ഓരോ 1.5 months കൂടുന്ന സമയത്ത് അവർക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓഫേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് അവരൊരു സ്ട്രാറ്റജീന്റെ ഒരു ഭാഗമാണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മന്ത് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആണെങ്കിൽ അടുത്ത മന്ത് ഗ്രാൻഡ് സെയിൽ. അപ്പം
ആ ഒരു രീതിയിൽ ചെയ്തിട്ട് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയുക ഒരു ഓഫർ എന്നുള്ള രീതിയിൽ ലൈവായിട്ട് നിർത്തുന്ന രീതിയിൽ ഒരു 5 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 7 ഡേയ്സ് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലുള്ളൊരു സംഭവം. ആ സമയത്ത് നമ്മളിപ്പം ഡയറക്റ്റ് അവർക്ക് ഒരു 5 ഔട്ട്ലെറ്റും ഒരു ഇ-കൊമേഴ്സിൻ്റെ ഇതുമായിരുന്നു വെബ്സൈറ്റ് വരുന്നുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ 5 ഔട്ട്ലെറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഇ-കൊമേഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യും. അതിൽ തന്നെ ചില കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഔട്ട്ലെറ്റിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളെ ക്യാമ്പയിൻ ആണെങ്കിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഈ അട്രിബ്യൂഷൻ ഭയങ്കര സംഭവമാണല്ലോ. ഇത് ഫേസ്ബുക്ക് ആഡ് ചെയ്തിട്ടാണോ വന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് ചെയ്തിട്ടാണോ വന്നത്? ഇതെങ്ങനെ നിങ്ങൾ മെഷർ ചെയ്യുക? അതിൽ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി ഈ ഒരു ആട്രിബ്യൂഷൻ്റെ കേസിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഡാറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, ഈ ആട്രിബ്യൂഷൻ മോഡൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പം എന്താ പറയുക, നമ്മളുടെ വന്നിട്ടുള്ള ഒരു പർച്ചേസോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ആക്ഷൻ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ആട്രിബ്യൂഷൻ മോഡൽ ത്രൂ വരുന്നത്. അതിന് തന്നെ നമുക്ക് അവിടെ ഡിഫറെൻ്റ് ആയിട്ട് ലാസ്റ്റ് ക്ലിക്ക്, അതുപോലെ തന്നെ ലീനിയർ, അതേപോലെ ഫസ്റ്റ് ക്ലിക്ക്, പിന്നെ ഡാറ്റ ഡ്രിവൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഡാറ്റ ഡ്രിവൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് എവിടെയൊക്കെ ത്രൂ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഓട്ടോമേറ്റഡ് കൈൻഡ് ഓഫ് ഇതാണ് ബേസിക്കലി കസ്റ്റമർ ജേണി ജേണി. കസ്റ്റമർ ആദ്യം ഗൂഗിൾ വഴി വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ മെറ്റ വഴി വന്നു. അതിൽ ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന അതായത് ഇപ്പം ഏത് ഇതാണ് കൂടുതലായിട്ട് ഇമ്പാക്ട് വന്നിട്ടുള്ള അവിടെ വരുന്ന രീതിയിലാണ് ഡാറ്റ ഡ്രിവൻ വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മീൻസ് ഇപ്പം ട്രാക്കിംഗ്, UTM ട്രാക്കിംഗ് ഉണ്ടല്ലോ, അത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. അതായത് ഇപ്പം ഏത് ഇതിൽ നിന്നാണ് വന്നിട്ടുള്ള, ഏത് പ്ലാറ്റ്ഫോമാണ് കൂടുതലായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ സംഭവം UTM ട്രാക്കിംഗ് ത്രൂ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ അതിൽ. പക്ഷേ UTM ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കാലത്തേക്കല്ല സെഷൻ വാലിഡ് ആവുള്ളൂ. എങ്ങനെ? അത് കൺവേർഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് UTM ട്രാക്കിംഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ. അപ്പോൾ ഈ അട്രിബ്യൂഷൻ മെഷർ ചെയ്യാൻ എന്തെങ്കിലും ടൂൾ യൂസ് ചെയ്യുന്നുണ്ടോ? ടൂൾസ് നമ്മൾ അങ്ങനെ മീൻസ് മെയിൻലി ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിളിൻ്റെ അനലിറ്റിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു കസ്റ്റമർ ജേണി ഫുള്ള് കാണാം, അതിൽ ഏകദേശം കാണാൻ പറ്റും, അതിൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ നോർമലി ഇപ്പം ഈ ഫർണിച്ചർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾ കൂടുതലും അവയർനെസ് ഇതിനകത്ത് ബിൽഡ് ചെയ്യും. ശരിക്കും കസ്റ്റമർ നമ്മൾ അതിന്റെ മുന്നേ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മെറ്റയിലുള്ള ഒരു ഓഡിയൻസിന്റെ ആണെങ്കിലും ഗൂഗിളിലെ ഒരു ഓഡിയൻസിനാണെങ്കിലും പ്രോപ്പർ ട്രാക്കിംഗ് അവിടെ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിക്സലും അതുപോലെ തന്നെ ഗൂഗിളിന്റെ കൺവേർഷൻ ട്രാക്കിംഗ് ഒക്കെ ആയിട്ട്. അപ്പം ഈ ഒരു മെറ്റയിലുള്ള ഓഡിയൻസിന് നമ്മൾ എവിടെ ചെയ്യും? ഗൂഗിളിലും റീമാർക്കറ്റ് ചെയ്യും, ഗൂഗിളിൽ വരുന്ന ഓഡിയൻസിനെ മെറ്റയിലും റീമാർക്കറ്റ് ചെയ്യും. ഓക്കെ. അപ്പം കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് അവർ വന്നിട്ട് ആഡ് ടു കാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആഡ് ടു കാർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിന് ചിലപ്പോൾ അവർ മെറ്റയിൽ റാൻഡമായിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു രീതിയിലും വരാനുള്ളൊരു ചാൻസ് വരും. വെറുതെ റാൻഡമായിട്ട് ഇത് ഞാൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. പിന്നെ ഓൾറെഡി നമ്മൾ ഇപ്പം ഡൈനാമിക് റീമാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഓൾറെഡി അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ആഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഡൈനാമിക് റീമാർക്കറ്റിങ്ങിന് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ആഡാണ് പെർഫോമൻസ് മാക്സ്. അതിനല്ലാതെ തന്നെ ഡിസ്പ്ലേ റീമാർക്കറ്റിങ്ങിൽ തന്നെ നമുക്ക് പേഴ്സണലൈസ്ഡ് ഫീഡ് വെച്ചിട്ട്, അതായത് ഇപ്പോൾ മെർച്ചന്റ് സെന്ററിലുള്ള ഫീഡ് വെച്ചിട്ട് തന്നെ അവർ ഓരോ ആക്ഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് അതും മീൻസ് പ്രൊഡക്റ്റ് വൈസ്ഡ് ആയിട്ടുള്ള റീമാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഡൈനാമിക് റീമാർക്കറ്റിംഗ് ആക്ച്വലി എന്താ? ഡൈനാമിക് റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് പോയിട്ട് ഒരു എന്താ പറയുക, ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഞാനൊരു സ്പെസിഫിക് ആക്ഷൻ എടുത്തു. അതായത് പ്രൊഡക്റ്റ് വ്യൂ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്തായിരിക്കും. അപ്പോൾ ആ പ്രൊഡക്റ്റ് തന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വേറെ എവിടെയെങ്കിലും ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ആ എക്സാക്ട് പ്രൊഡക്റ്റ് വരും. കറക്റ്റ്. ആ എക്സാക്ട് പ്രൊഡക്റ്റിന്റെ ആഡ് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ മേ ബി ചിലപ്പോൾ അവർ ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് ഒന്നുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. കറക്റ്റ്. അപ്പം ആ ഒരു പ്രോസസ്സാണ് ഡൈനാമിക് റീമാർക്കറ്റിംഗ്. ഓക്കെ. അത് അക്രോസ് എനി പ്ലാറ്റ്ഫോം നടക്കുമോ? എങ്ങനെ? അതായത് ഇപ്പോൾ ഞാനൊരു വെബ്സൈറ്റിൽ പോയി, അവിടെ എനിക്ക് ഗൂഗിളിലും അത് കാണും, ഫേസ്ബുക്ക് മെറ്റയിലും അത് കാണും. ഓക്കെ. അതാണ് ഡൈനാമിക് റീമാർക്കറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഡൈനാമിക് റീമാർക്കറ്റിംഗ് ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ അട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു 1.5 CR മുടക്കമോ, ഇത് ഒന്ന് നമ്മൾ ഈ അട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്തു. ഇനി
ഈ ഓഫ്ലൈനിലേക്ക് നിങ്ങൾ 4-5 ഔട്ട്ലെറ്റ് ഉണ്ട് പറഞ്ഞു. 4 ഔട്ട്ലെറ്റ് ആയിരുന്നു, 5 ഔട്ട്ലെറ്റ് 5 ഔട്ട്ലെറ്റ്. ഓഫ്ലൈനിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ബഡ്ജറ്റിന് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? ആ ബഡ്ജറ്റിന്റെ ഏകദേശം ഒരു 40% ടു ഓഫ്ലൈനിലാണ്. അതിപ്പോ ഇപ്പൊ എന്താ പറയാ, ഈ ഓഫേഴ്സ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചിലപ്പോ അതിന് അഡീഷണൽ ആയിട്ട് ബഡ്ജറ്റും ഉണ്ടാവും ചില സമയത്ത്. എന്താ പറയാന്ന് വെച്ചാല് 40% ഇൻക്ലൂഡിങ് ബ്രാൻഡിങ് ആണ്. ചിലപ്പോ അവിടെ മീൻസ് ഇപ്പം എന്താ പറയാ, ചിലപ്പോ അവിടെ സ്റ്റോർ വിസിറ്റിന് പകരം അതിന്റെ കൂടെ ബ്രാൻഡിങ് കൂടി നടക്കുന്നുണ്ടാവും. അതാണ്, അതായത് ഇപ്പം എല്ലാ ആഡ്സിന്റെ കൂടെ ആക്ച്വലി ബ്രാൻഡിങ് നടക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ്. അപ്പൊ സ്റ്റോർ വിസിറ്റ് ആവുമ്പോൾ നിങ്ങൾ എങ്ങനെ ആക്ച്വലി കണ്ടുപിടിക്കും? നമ്മൾ ആഡ് ചെയ്തു. അല്ല, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി നമ്മളത് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിന്റെ ആഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വേറെ എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മളുടെ ഈ ഒരു സ്പെസിഫിക്, അതാണ് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ അത് പ്രോപ്പർലി ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ന സെറ്റ് ഓഫ് കാറ്റഗറീസിനാണ് ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മീൻസ് ഓഫേഴ്സ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇതാണ് മെയിൻലി നമ്മൾ ലൈവായിട്ട് ഇപ്പം നിർത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമ്മൾ വേറെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു ഓഫേഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ. മനസ്സിലാവും ആ ഓഫർ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ. പ്ലസ് ഫുട്ഫോൾ വെച്ച് നിങ്ങൾ മെഷർ ചെയ്യും. ആ ഫുട്ഫോളും ഏകദേശം മീൻസ് നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് എപ്പോഴും ഫുട്ഫോൾസ് എപ്പോഴും കൂടുതലായിരിക്കും. നമ്മളെ മെയിൻലി അതിന്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഒരു ഓൺലൈൻ ത്രൂ ചാനൽസ് ത്രൂ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആര് എക്സ്ട്രാ ഫുട്ഫോൾ വന്നു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് കാരണമാണെന്നുള്ള രീതിയിൽ മനസ്സിലാവും. അതുപോലെ മീൻസ് ഇപ്പം ചില സമയത്ത് എന്താ വെച്ചാൽ എന്തെങ്കിലും കൂപ്പൺ കോഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കൂടി അതിന്റെ കൂടെ പറയുകയാണെങ്കിൽ അഡീഷണൽ ഓഫേഴ്സ് എന്നുള്ള രീതിയിലും കൂടി അതും വെച്ച് ട്രാക്ക് ചെയ്യാം. പല പല മെത്തേഡ്സ് ഉണ്ട്, പക്ഷെ ലിറ്ററലി നിങ്ങൾ ചെയ്യുന്നത് വേറെ എവിടെയും മാർക്കറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു എക്സാക്ട്ലി നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിലി പറ്റുന്നത്. അതുകൊണ്ടാണ് ഈസിലി പറ്റും. ഓക്കെ, അപ്പോൾ 1.5 അറൌണ്ട് 1.5 CR 1.2 ആണെന്ന് തോന്നുന്നു. 1.2 CR നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിന്റെ ഒരു റിട്ടേൺ ഓവർ ആഡ് സ്പെൻഡ്? അറൌണ്ട് ഒരു 7 to 8 ആണ് റിട്ടേൺ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വലി ഇവരുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ലക്ഷറി പ്രൊഡക്ട്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അധിക പ്രൊഡക്ട്സിനും അറൌണ്ട് ഒരു 3000 ഒക്കെയാണ് പ്ലസ് മിനിമം അവർക്ക് ഇത് വന്നിട്ടുണ്ട്. 3000 AD ഒക്കെ ആണ് അധികം. ആവറേജ് ഓർഡർ വാല്യൂ 3000 ആണ്. ഓർഡർ വാല്യൂ ഉണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ബേസിക്കലി ഒരു 80,000 രൂപ. അതെ അതെ അതെ. പിന്നെ വേറൊരു കോണ്ടെക്സ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പം ഇത്രയും വലിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മള് എന്താ പറയാ ടബുലല്ല ടാബി, അതുപോലെ തന്നെ തമാര ടാബി പോലത്തെ കാര്യങ്ങൾ ഇൻസ്റ്റാൾമെന്റ് നാട്ടിലുള്ളത് സ്നാപ്മെന്റ്. അതെ അതെ, നമ്മൾ കൂടുതലായിട്ട് അത് ഫോക്കസ് ചെയ്തു. അതിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കൂടുതലും ഒരു വെബ്സൈറ്റിലല്ല, നമ്മള് അത് വെബ്സൈറ്റ് ആണ് പറഞ്ഞത്. അല്ല, മീൻസ് ഓൺലൈൻ സെയിൽസിന്റെ പെട്ടെന്ന് സെയിൽസ് കൂടാൻ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 3000 രൂപ സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യാന്നൊക്കെ പറയും. സ്പ്ലിറ്റ് പേയ്മെന്റ്സ് അതും ബേസിക്കലി ഒരു CRO ആണ്, കൺവേർഷൻ സെയിൽ കൂടാൻ വേണ്ടിട്ട്. ഓൾറെഡി കസ്റ്റമർ ഔട്ട്ലെറ്റിൽ വന്നു, അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഉണ്ട് പറയുമ്പോൾ കസ്റ്റമർ വാങ്ങിക്കാൻ സാധ്യത കൂടുതലാണ്. ഓൺലൈൻ ഔട്ട്ലെറ്റിലാണ് വന്നത് വ്യത്യാസമുള്ളൂ. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ പല ആൾക്കാർക്കും ഒരു ഡൗട്ട്സ് ഉണ്ട്, ഇത്രയും പേയ്മെന്റ് ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ബട്ട് അത് ചെയ്യാറുണ്ട് ആൾക്കാർ. ചെയ്തു നോക്കിയാലല്ലേ അറിയുള്ളൂ. അത് ബേസിക്കലി നിങ്ങൾ 1 കോടി. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാല് സോറി ഇന്ററാക്ഷൻ. അപ്പൊ എന്താ വെച്ചാല് ഓൾറെഡി എന്താ പറയാ, ഇവർക്ക് 5 ഔട്ട്ലെറ്റ്സും കൂടി ഉണ്ട് ഇവിടെ തന്നെ. ഈ ലൊക്കേഷനിൽ തന്നെയാണ് ആ ഔട്ട്ലെറ്റ്സും വരുന്നത്. ചിലപ്പം അതും ഒരു ഫാക്ടർ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ബേസിക്കലി അവിടെ നടന്നത് 1 കോടി മുടക്കണവന് 7 കോടി 8 കോടി ഉറുപ്പിന്റെ ഓൺലൈൻ മാത്രം. ഇതല്ലാതെ ഈ 5 ഔട്ട്ലെറ്റിൽ വരുന്ന ഓഫ്ലൈൻ സെയിൽസ് വേറെ ഉണ്ട്. അത് വേറെ തന്നെ ഏകദേശം ഈ പറഞ്ഞ പോലെ മിനിമം ഒരു 4x അധികം മീൻസ് ഓരോ ഔട്ട്ലെറ്റിലും അറൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഔട്ട്ലെറ്റിൽ അതായത് 1 ലക്ഷം ആണെങ്കിൽ അവിടെ 4 ലക്ഷം ആയിട്ടുണ്ട്. അതെ അതെ. അല്ല, ഇപ്പം ഈ ഒരു ഈ സെയിൽസിന് മാത്രം കേട്ടോ, അതായത് ഇൻ ദ സെൻസ് അതായത് മനസ്സിലായി, സെയിലുള്ള സമയത്ത് ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ മൊത്തത്തിലുള്ള ബ്രാൻഡിങ്, ആ ബ്രാൻഡിന്റെ മൊത്തം എസ്റ്റാബ്ലിഷ് ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ മീൻസ് അവരുടെ ഫുഡ് ഫോൾസിനൊക്കെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. അത് ശരിക്കും നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതായത് എന്താണ് നമ്മളെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓൺലൈൻ സെയിൽസ് ഉണ്ടാക്കും, പക്ഷെ അതിന്റെ 10 മടങ്ങ് ഇൻഫ്ലുവൻസ് ഓഫ്ലൈനിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് മെഷർ ചെയ്യാൻ എന്തെങ്കിലും
വഴിയുണ്ടോ? അത് മെഷർ ചെയ്യാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒന്നിക്കിൽ നമുക്ക് പ്രോപ്പർലി എന്താ പറയുക ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഓൾറെഡി ട്രാക്ക് ചെയ്ത പോലെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മളെ ആഡ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കൂപ്പൺ കോഡ്സോ അത് വെച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഓഫർ മീൻസ് ഇപ്പോൾ നമ്മൾ ത്രൂ വന്നതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് അധികവും ഉള്ളത്. മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ആ, ഇത്ര sale ഇത്ര ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. നോർമലി എത്രയാണ് ഗ്രോത്ത് വന്നിട്ടുള്ളത്. അതിന്റെ മുകളിൽ അഡീഷണൽ ഗ്രോത്ത് കമ്പ്യൂട്ട് ഈ ചെയ്യാം. പറഞ്ഞ പോലെ ബ്രാൻഡിംഗിൽ ഇൻവെസ്റ്റ് കഴിഞ്ഞ ലാസ്റ്റ് ടൈം പീരീഡിൽ എത്രയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സംഭവം കമ്പാരിസണും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ പറഞ്ഞ ഹുസൈഫ ഫർണിച്ചർ, ആ. ഓക്കെ, അവിടെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് മാസീവ് അപ്റ്റിക്ക് ഓൺലൈനിലും ആസ് വെൽ ആസ് ഓഫ്ലൈൻ സെയിൽസിലും ഉണ്ട്. ഓക്കെ, നമുക്ക് പെയ്ഡ് ആഡ്സ് വെച്ച് ചെയ്യാൻ പറ്റുന്ന അത്ര തന്നെ ഓർഗാനിക് വെച്ച് ചെയ്യാൻ പറ്റുമോ? ഓർഗാനിക് ആയിട്ട് വെച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം എന്താ പറയുക ഓർഗാനിക് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയ്ഡ് ആഡ്സിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ബട്ട് ഓർഗാനിക്കിൽ അത്രത്തോളം ചിലപ്പം വന്നോളണം എന്ന് നിർബന്ധമില്ല. കാരണം വെച്ചാൽ പെയ്ഡിൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോമിന് വൺസ് ഇപ്പം മെറ്റ ആണെങ്കിലും അതുപോലെ തന്നെ ഗൂഗിൾ ആണെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം അതിൻ്റെ ഒരു സിമിലർ ഓഡിയൻസിനെ അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ഒരു മീൻസ് ബെറ്റർ വൺസ് പ്ലാറ്റ്ഫോം ഒപ്റ്റിമൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരും. അത് ഓർഗാനിക്കലി ചിലപ്പം എപ്പോഴും വന്നോളണം എന്നൊരു ബട്ട് എന്താ പറയുക വൺസ് നിങ്ങൾ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം നമ്പർ ഓഫ് ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് മേ ബി ചിലപ്പം ഒരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു റോങ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇപ്പോൾ ഓർഗാനിക്കിൽ എനിക്ക് ഇത്രയും സെയിൽസ് വരുന്നുണ്ട്, 1,00,000 റുപ്യേൻ്റെ സെയിൽ വരുന്നുണ്ട്, പെയ്ഡ് ചെയ്താൽ അത് എത്ര ആക്കാൻ പറ്റും, പ്രോഫിറ്റബിളി എത്ര ആക്കാൻ പറ്റും? എങ്ങനെ ദാറ്റ് മീൻസ് അതായത് ഓർഗാനിക്കലി തന്നെ എനിക്കൊരു 1,00,000 റുപ്യേൻ്റെ സെയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 100 ഓർഡർ വരുന്നുണ്ട്. ഇനി അതിന്റെ മുകളിൽ പെയ്ഡ് ആഡ്സ് ചെയ്യാണ്. ഓർഗാനിക്കലി നമ്മളൊരു പിന്നെ ട്രസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. അപ്പോൾ അത് എത്ര വരെ സ്കെയിൽ ചെയ്യാൻ പറ്റും? ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഗാനിക്കിൽ തന്നെ നിങ്ങൾക്ക് 100 സെയിൽസ് പെർ മന്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അത്രത്തോളം ഡിമാൻഡിങ് ആണെന്നുള്ളൊരു സാധനമാണ് ഫസ്റ്റ്. അതെ. അപ്പം അതിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് 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 നമ്മൾ എങ്ങനെ സെഗ്മെന്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് നമുക്ക് എത്രത്തോളം സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക ഒമ്നി ചാനൽസ് യൂസ് ചെയ്യുക. അതായത് ഇപ്പം മെറ്റ ആദ്യം ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ട്രൈ ചെയ്യുക. അതിൽ ഇപ്പം പ്ലാറ്റ്ഫോമിന് റിക്വയർഡ് ആയിട്ടുള്ള ഇന്നഫ് ബഡ്ജറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റയുടെ ഒരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ അവർ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 days 50 പർച്ചേസ് കഴിയുന്ന സമയത്താണ് അവരുടെ ഒരു ലേണിംഗ് പീരീഡ് കഴിയുന്നത്. അപ്പം വൺസ് ആ ലേണിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിന് എന്താ പറയുക ആ ഒരു മീൻസ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിൻ്റെ ബിഹേവിയറിൻ്റെ ഡാറ്റ പ്ലാറ്റ്ഫോം സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ ഒരു സിമിലർ ഓഡിയൻസിലേക്കാണ് പ്ലാറ്റ്ഫോം പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം ബെറ്റർ ആയിട്ട് ലേണിംഗ് കിട്ടുന്നതിനനുസരിച്ച് ക്യാമ്പയിൻ ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ് ആവും. അതേ സ്ഥാനത്ത് ഗൂഗിൾ ആഡ്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റയിൽ കുറച്ചുകൂടി നമുക്ക് കൺവേർഷൻസ് കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതെ, കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗൂഗിളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെറ്റയിൽ ഈസിലി നമുക്ക് പെട്ടെന്ന് കൺവേർഷൻസ് കിട്ടും. ബട്ട് ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു എഞ്ചിൻ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഗൂഗിൾ ആഡ്സിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ടൈം ടേക്കൺ ആണ്. അതായത് ഇപ്പം മിനിമം ഒരു 2 weeks ഒക്കെ ചിലപ്പോൾ എടുക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു 1 month, ചില സമയത്ത് 3 weeks ഒക്കെ എടുക്കും. അപ്പം വൺസ് അത് പ്ലാറ്റ്ഫോം ബെറ്റർ ആയിട്ട് ഒപ്റ്റിമൈസ് ആയി വരുന്നതിനനുസരിച്ച് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരും. ഒരു എക്സാമ്പിൾ നമ്മളൊരു ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഏജൻസിയിൽ വന്നിട്ടുള്ളൊരു നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നാവും. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൈനയിൽ നിന്നും അതുപോലെ തന്നെ പ്രൊഡക്ട്സ് എടുത്തിട്ട് നമ്മളുടെ ഒരു നോളജ് ഇല്ല, മീൻസ് ഇപ്പം നമുക്ക് അതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അവിടെ തന്നെ നമ്മൾ മീൻസ് ബയ്യറായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ തന്നെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നിങ്ങൾ ത്രൂ പോകുന്നു, പക്ഷേ സാധനങ്ങൾ തൊടുന്നില്ല, കാണുന്നില്ല. അപ്പം നമ്മൾ മേ ബി ചിലപ്പോൾ ഇന്ത്യയിലിരുന്ന് സെല് ചെയ്യുന്നത് ചിലപ്പോൾ US-ലും UK-ലും ആയിരിക്കും. അപ്പം അവരെ ബയ്യറിനെ കണക്ട് ചെയ്തിട്ട് സെല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വിന്നിംഗ് പ്രൊഡക്റ്റിനെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പെയിൻ സോൾവ് ചെയ്യാതെ പറഞ്ഞാൽ നമ്മൾ കുറേ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അതിലൊരു വിന്നിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കിട്ടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് കിട്ടിയിട്ട് എന്ന് വെച്ചാൽ ആ ഒരു
പ്രൊഡക്റ്റ് ആണെങ്കിലും ചിലപ്പോൾ മാക്സിമം നമുക്ക് ഒരു 7 days സ്കെയിൽ ചെയ്യാം, 7 അല്ല ഒരു 7 to 20 days ഒക്കെ ടൈം പീരീഡുകൾ സ്കെയിൽ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഈ സെയിം പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സും ഉണ്ടാവും. അതെ അതെ. അപ്പം നമുക്ക് എന്താ വെച്ചാൽ അവിടെ ഒരു ബ്രാൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൈമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചാൽ ഒരു പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ ആ ക്യാമ്പയിൻ ആക്ച്വലി അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മളെ അക്കൗണ്ടിൽ കൺവേർഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സിഗ്നൽസിനെ അനലൈസ് ചെയ്തിട്ട് ആ കൺവേർഷൻ ഡബിൾ ചെയ്യാന്നാണ് ആ ഒരു ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ്. അതായത് ആ കൺവേർഷൻസിനെ മാക്സിമൈസ് ചെയ്യുക. അതായത് ഇപ്പം അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമേറ്റഡ് സെറ്റപ്പിലാണ് ആ ഒരു കൈൻഡ് ഓഫ് ക്യാമ്പയിൻസ് വർക്ക് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഗൂഗിൾ സെർച്ചിൽ, ഷോപ്പിങ്ങിൽ, ഡിസ്പ്ലേയിൽ, യൂട്യൂബിൽ എല്ലാ പ്ലേസിലേക്കും പോകുന്ന ഒരു യൂണിവേഴ്സൽ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ വരുന്ന ക്യാമ്പയിനാണ്. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മളിപ്പോൾ സെർച്ച് ആഡ്സ് റൺ ചെയ്തിട്ട് നമ്മളെ അക്കൗണ്ടിൽ ഒരു 30 കൺവേർഷൻസ് ലാസ്റ്റ് 30 days ഉണ്ടെങ്കിൽ ആ കൺവേർഷൻ്റെ സിഗ്നൽസിന് അനലൈസ് ചെയ്യും. അതായത് ഏത് ബിഹേവിയർ ഉള്ള ഏത് ഓഡിയൻസിൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് ഈ കൺവേർഷൻസ് വന്നിട്ടുള്ളത്, ഇതിനെ ഡബിൾ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്. ബട്ട് ആക്ച്വലി നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു സെർച്ച് ആഡ്സ് ഇത്ര ഈ ഒരു ഡ്യൂറേഷനിൽ ചെയ്യാനുള്ളൊരു സംഭവം അവിടെ ഇല്ലായിരുന്നു. ബട്ട് നമ്മൾ ടാക്കിൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ചുകൂടി ഒരു എന്താ പറയുക സിഗ്നൽസ് കൊടുത്തു. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡാറ്റ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു സിഗ്നൽ അതിന് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. നമ്മൾ എന്തായാലും ഒരു കൈൻഡ് ഓഫ് ടെസ്റ്റിംഗ് ആണ്, നമുക്ക് ഇത്ര ടൈം പീരീഡ് ഉള്ളൂ എന്ന് ഓൾറെഡി അറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 days ഒരൊറ്റ പർച്ചേസാണ് വന്നിട്ടുള്ളത്. പിന്നെ 7th day 2 പർച്ചേസ് വന്നു. പിന്നെ 8th day തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 5+ മുകളിൽ പർച്ചേസ് വരാൻ തുടങ്ങി. വൺസ് ആ പ്ലാറ്റ്ഫോം ഒന്ന് ബെറ്റർ ഡാറ്റ കിട്ടുന്നതിനനുസരിച്ച് പ്ലാറ്റ്ഫോം എന്തായി കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യാം, ഇംപ്രൂവ് ചെയ്ത് വരും. ഇതിൽ ആക്ച്വലി നിങ്ങൾ ഗൂഗിളിലാണ് ചെയ്തത്? ഗൂഗിളിൽ പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ. അപ്പോൾ അത് ബേസിക്കലി ആ പ്രൊഡക്റ്റിന് ഇന്റന്റ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു എന്താ പറയാ മീൻസ് ഇപ്പോൾ അവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ബട്ട് വൺസ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ അല്ല, നമുക്ക് ആ ഒരു ഫസ്റ്റ് 5 days നമുക്ക് അറൗണ്ട് ഒരു $150 അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ആ ഫസ്റ്റ് $150 നമുക്ക് വന്നിട്ടുള്ള ഒരൊറ്റ പർച്ചേസാണ്. ആ സമയത്ത് ഞാൻ ആ ഒരു ക്യാമ്പയിൻ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ഒരു കിട്ടൂല. പിന്നെ ആ 150 ഉള്ളത് നമ്മളെ അറൗണ്ട് ഒരു 12 rupees അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അതാണ് ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ബ്രാൻഡിന് ഗൂഗിൾ ആഡ്സ് തുടങ്ങണം. 1-2 ലക്ഷം റുപ്യന്റെ സെയിൽ ഓൾറെഡി ഉണ്ട് മാസം ത്രൂ ഓർഗാനിക്. എന്ത് ബഡ്ജറ്റ് ഇട്ട് തുടങ്ങണം? എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? എത്ര മാസം കാത്തിക്കണം? ഇതിലിപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ എന്താ പറയുക സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റന്റ് ബേസ്ഡ് ആയിട്ടുള്ള കീവേഡ് ബേസ്, അതായത് ഇപ്പം ഒരാൾ ഒരു കീവേഡിനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ മീൻസ് ഇപ്പം എന്താ പറയുക അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വൺസ് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കുറച്ച് കൺവേർഷൻസ് കിട്ടും. അപ്പം അക്കൗണ്ടിൽ ഒരു ഡാറ്റ ഉണ്ടാവും. അത് വെച്ചിട്ട് വൺസ് നമുക്ക് പെർഫോമൻസ് മാക്സ് എന്നുള്ള ക്യാമ്പയിൻസ് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് യൂട്യൂബ് ചാനലിലുള്ള കൈൻഡ് ഓഫ് ആഡ്സ് അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലല്ല അവിടെ ഡിമാൻഡ് ജെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഡിമാൻഡ് ജെൻ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഈ പറഞ്ഞ പോലെ അവയർനെസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്യാമ്പയിനാണ്. അതിൽ ഡിമാൻഡ് സെയിം ആ നെയിം പറയുന്ന പോലെ തന്നെ ഒരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ത്രൂ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു റൈറ്റ് മിക്സ് ചിലപ്പം ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യും. അല്ല ഞാൻ ഇപ്പൊ ചോദിക്കുന്ന ഒരു ബ്രാൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ലക്ഷം റുപ്യ സെയിൽ ഓൾറെഡി ഉണ്ട്, നല്ല ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റർ ലെഡ് ബ്രാൻഡ്സ് കൺസിഡർ ക്രിയേറ്റർ ലെഡ് ബ്രാൻഡ്സ് 1-2 ലക്ഷം റുപ്യന്റെ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ആഡ്സ് തുടങ്ങണം, ഗൂഗിൾ ആഡ്സ് തുടങ്ങണം. എത്ര റുപ്യ വേണം? ഇതിലിപ്പം ഫസ്റ്റ് നമ്മളിപ്പം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സിസ്റ്റിംഗ് ആയിട്ട് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ കൺവേർഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബെസ്റ്റ് പ്രാക്ടീസസ് എന്നുള്ള രീതിയിൽ അവരുടെ പ്രോബ്ലം അല്ലെങ്കിൽ അവർ ഏത് കീവേഡ് ആണ് സെർച്ച് ചെയ്യുന്നത് ആ സമയത്ത് കീവേഡ് റിസർച്ച് ആണ് നമ്മൾ ഫസ്റ്റ് പ്രോസസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കീവേഡ് റിസർച്ച് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് കീവേഡ്സ് ഉണ്ട്. കൺവേർഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇപ്പം നമ്മൾ ഫണൽ ബിൽഡിംഗ് പ്രോസസ്സ് പറയുകയാണെങ്കിൽ മോഫു ബോഫു ഒക്കെ വരുന്നുണ്ട് ഇതിൽ. അപ്പം അതിൽ നമുക്ക് കൺവേർഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ആണ് നമ്മൾ ഇനീഷ്യലി നോക്കുക. ഇനീഷ്യലി കൺവേർഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കീവേഡ്സിന് എത്ര കോസ്റ്റ് ആണെന്നാണ് നോക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ കൺവേർഷനോട് ഓറിയന്റഡ് ആയിട്ടുള്ള കീവേഡ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ്, ആ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് കുറച്ചൊരു Conversion കൺവെൻഷൻ oriented ഓറിയന്റഡ് ആയിട്ടുള്ള കീവേഡ് ആണ്. ഓക്കെ. അതേ അത് നമ്മളെ ആ. ഗട്ട് ഫീലിംഗ് വെച്ചിട്ടാണ് അതെ. പഠിക്കുക. അല്ല, അത് ഇപ്പം എന്താ പറയുക, അപ്പം ഫോർ എക്സാമ്പിൾ അതിൻ്റെ തൊട്ട് മീൻസ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി ലെവലിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ, അതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. അല്ല അത് പക്ഷെ അത് ഗട്ട് ഫീലിംഗ് വെച്ചിട്ടല്ല. അതെ, ആ ഒരു മൈൻഡ് മാപ്പിംഗ് വെച്ചിട്ട് ഇതാണ് എന്നുള്ള രീതിയിലാണ് കറക്റ്റ്. ഈ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ടൂൾസ് ഇല്ല. ടൂൾസ് അതായത് ഇപ്പോൾ നമുക്ക് കീവേഡ് റിസർച്ച് ടൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ആണെങ്കിൽ അതിന്റെ സിമിലർ സെർച്ച് ഉള്ളതും അല്ലെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് അതിനോട് പെർട്ടിക്കുലർ ആയിട്ട് ഏതൊക്കെ അതിനാണ് വരുന്നത് എന്നുള്ളത് അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. അതിനെ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സെഗ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനോട് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ സെഗ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഇപ്പം അതിൽ തന്നെ ഇപ്പം എന്താ പറയാ, ആഡിന്റെ ഇപ്പം ഗൂഗിൾ ആഡ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോസസ്സ് ആണെങ്കിൽ നമ്മളിപ്പം പല ആൾക്കാർക്കും എനിക്ക് പ്രോസസ് അല്ല വേണ്ടത്, എത്ര ബഡ്ജറ്റ് വേണം? ബഡ്ജറ്റ് സെയിൽ ഓൾറെഡി ഉണ്ട്, 1 ലക്ഷം രൂപ സെയിൽ ഓൾറെഡി ഉണ്ട്. ബഡ്ജറ്റിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ ടൈമിൽ ഈ സെർച്ചിന്റെ കേസിൽ അനലൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കീവേഡ് റിസർച്ച് ടൂളിൽ തന്നെ നമുക്ക് ഏകദേശം അതിന്റെ ഒരു ആവറേജ് CPC കിട്ടും. ആവറേജ് CPC കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് മിനിമം ആവറേജ് കോസ്റ്റ് എത്ര വരും ഒരു ക്ലിക്കിന്? ഒരു ക്ലിക്കിനാണ് ഈ കോസ്റ്റ് വരുന്നത്. അപ്പം ഒരു മിനിമം ഒരു 10 to 15 കോസ്റ്റ് വരുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്, അത്യാവശ്യം സെർച്ച് വോളിയം ഉള്ള ഒരു കീവേഡ് ആണെങ്കിൽ ഒരു 10 to 15 ക്ലിക്സ് വരുന്ന സമയത്താണ് ഇനീഷ്യലി നമുക്ക് എന്ത് 1 or 2 കൺവേർഷൻസ് വരുന്നത്. അപ്പം അതായിരിക്കണം നിങ്ങളുടെ ഡെയിലി ബഡ്ജറ്റ്. അതിപ്പം ഓരോ നിഷ് വൈസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അത് കോമ്പറ്റീഷൻ അനുസരിച്ചും ഈ ഒരു ലൊക്കേഷൻ അനുസരിച്ചൊക്കെ നമ്മളെ കീവേഡിന്റെ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു മീൻസ് ഇപ്പം ഈ സംഭവം ഐഡന്റിഫൈ ചെയ്തിട്ട് അതേ ഇൻറ്റു 10 ആയിരിക്കണം മിനിമം നിങ്ങളൊരു ഡെയിലി ബഡ്ജറ്റ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത് ഒരിക്കലും നമുക്ക് ഒരു അക്കൗണ്ടിൽ ഇപ്പം എന്താ പറയുക മിനിമം എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോ നിഷിനനുസരിച്ച് നമുക്ക് ആ ഒരു അവർ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡ്സ് ഏതാണെന്ന് അനലൈസ് ചെയ്ത് അതിന് എത്ര കോസ്റ്റ് വരുന്ന അനലൈസ് ചെയ്ത് അതിന് ഈ പറഞ്ഞ പോലെ ഡെയിലി ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആ കീവേഡിന് ഒരു ക്ലിക്കിന് ഇത്രയാണ് കോസ്റ്റ്, അത് നമുക്ക് കിട്ടും അല്ലേ? നമ്മൾ ചെയ്യാതെ തന്നെ കിട്ടും. അതെ അതെ അതെ. എന്നിട്ട് അതിന്റെ 10 ടൈംസ് ആയിരിക്കണം മിനിമം ഡെയിലി ബഡ്ജറ്റ്. അതായത് ഒരു ഓർഡർ വരാൻ. അതെ അതെ അതെ. ഒരു ഓർഡർ വരാനുള്ള സാധനമല്ലേ പറയുന്നത്? അതെ അതെ കറക്റ്റ്. കാരണം വെച്ചാൽ വൺസ് ഈ ഒരു ഡാറ്റ കിട്ടി കഴിയുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇതിൽ കൺവേർഷൻ ഡാറ്റ കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലിക്കിന്റെ ഡാറ്റയാണ്. മനസ്സിലായി. അപ്പൊ വൺസ് കൺവേർഷന്റെ ഡാറ്റ കിട്ടി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ അതിന്റെ മീൻസ് എങ്ങനെ ചെയ്യണം. ബേസിക്കലി 10,000-20,000 രൂപയിൽ തുടങ്ങാൻ പറ്റും. അത് ഡിപ്പെൻസ് അപ്പോൺ ദി ക്രിയേറ്റീവ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇതിൽ ചില കൈൻഡ് ഓഫ് കീവേഡ്സിന് ഒരു ക്ലിക്കിന് തന്നെ ഏകദേശം ഒരു 400-500 വരുന്ന ഇതുണ്ട്. അപ്പൊ അതിനൊരു 10 ക്ലിക്ക് വരുന്ന സമയത്ത് പെർ ഡേ ഡെയിലി ബഡ്ജറ്റ് തന്നെ ഏകദേശം 5,000 ആയി. പിന്നെ ഇതിലിപ്പം വേറൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ നിങ്ങൾ ഒരു 500 അല്ലെങ്കിൽ ഒരു 5,000 ആണ് ഡെയിലി ബഡ്ജറ്റ് ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സെർച്ച് വോളിയുള്ള ഒരു കീവേഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ക്യാമ്പയിൻ ഒരു 11 മണി 12 മണി ആകുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഡെയിലി ബഡ്ജറ്റ് 12 ക്ലിക്ക് വരുമ്പോഴത്തേക്ക് ഡെയിലി ബഡ്ജറ്റ് തീരും. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ആഡ് സെർവ് ആവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഹുസൈഫ ഫർണിച്ചർ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മളെ ഈക്കോ മാഫിയ എന്ന ഗ്രൂപ്പിന് തന്നെ നിങ്ങളൊരു ക്ലയന്റിനെ കിട്ടിയിരുന്നല്ലോ. അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബഡ്ജറ്റ് വല്ലാതെ ബേൺ ആവുന്നുണ്ടായിരുന്നു. നമ്മൾ അവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബഡ്ജറ്റിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അതെങ്ങനെ എഫക്റ്റീവ്ലി ബേൺ ആവാതെ അവരുടെ റോസ് എക്സിസ്റ്റിംഗ് ബഡ്ജറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ എങ്ങനെ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാം 3x നമ്മൾ എന്താ ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ അവരുടെ റോസ് അല്ല അവരുടെ ആഡ് സ്പെൻഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് റോസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. 3x ഇപ്പം എന്താ പറയുക 50,000 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50,000-ന് 3x വന്നുകൊണ്ടിരുന്നത് 50,000-ന് തന്നെ 9x എത്തിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നൈസ്. അതായത് അവിടുത്തെ ആ പ്രോസസ്സിൽ നിങ്ങൾ മെറ്റയായിരുന്നു യൂസ് ചെയ്തത്? മെറ്റയായിരുന്നു അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ് നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു പിന്നെ നമ്മളെ
മാഫിയയിൽ തന്നെയല്ല ആ. MYOPക്ക് നിങ്ങൾ പെർഫോമൻസ് ചെയ്തു. മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ആ. അവിടെ എന്തായിരുന്നു നിങ്ങളെ ഒരു എന്തിനായിരുന്നു അവർ വന്നത്, എന്തായിരുന്നു നിങ്ങൾ ആ പ്രോസസ്സ്? ഓക്കെ. അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം വെച്ചിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെറ്റയിൽ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലൈസ്ഡ് പെർഫ്യൂംസ് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു മീൻസ് അതിൻ്റെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു 2 to 3 വീക്സ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മെറ്റയിൽ അത്യാവശ്യം റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്കും കൂടി നമ്മൾ മീൻസ് ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ട് പ്ലാറ്റ്ഫോം അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം വിത്തിൻ ഒരു 2.5 months ആയിട്ടേ ഉള്ളൂ നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ ജനറൽ കീവേഡ്സും പേഴ്സണലൈസ് പെർഫ്യൂംസ് എന്നുള്ള കീവേഡ്സും ഫംഗ്ഷൻ ചെയ്യും. അതെ അതെ അതെ. പേഴ്സണലൈസ്ഡ് പെർഫ്യൂംസും അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പം വൺസ് ആ ഒരു കൺവേർഷൻസ് ആയതിനു ശേഷം നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺവേർഷനെ ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് PMAX ക്യാമ്പയിൻസ് അവിടെ ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ MYOPൻ്റെ കേസിൽ നിങ്ങൾ ഓഫ്ലൈൻ ഡാറ്റയും അപ്ലോഡ് ചെയ്യും? ഓഫ്ലൈൻ ഡാറ്റ കൂടെ തന്നെ അവരുടെ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം നമുക്ക് എന്താ വെച്ചാൽ അവർക്ക് ബെറ്റർ ആയിട്ട്, അതായത് ഇപ്പം പ്ലാറ്റ്ഫോമിന് നമ്മളെ ഓഡിയൻസിനെ പറ്റി ബിഹേവിയറിനെ പറ്റി ബെറ്റർ അനാലിസിസ് കിട്ടും. അപ്പോൾ ആ അതിൻ്റെ കൂടെ കൺവേർഷൻസ് കൂടി നടക്കുന്ന സമയത്ത് അതൊന്നുകൂടി പെട്ടെന്ന്. കാരണം എനിക്കൊന്ന് MYOPൻ്റെ കേസിൽ അവർ കണ്ടന്റ് സൂപ്പർ. അതെ അതെ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് കൺവേർഷൻസ് കൂടി വന്നപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്ലാറ്റ്ഫോമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി എന്താണ് അടുത്ത പ്ലാൻ? ഇ-കൊമേഴ്സിൽ തന്നെ നിൽക്കാനുള്ള പ്ലാനാണോ? ഇവിടെ കുറെ ചെയ്യാനുണ്ടോ? എന്താണ് ആക്ച്വലി നമ്മളൊരു ഏജൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളൊരു ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മെയിൻലി എന്താ പറയുക, പല ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടൊരു റോസ് അവർ മീൻസ് പോകുന്നുണ്ടാവും. അതിൽ നിന്ന് സ്കെയിൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ റോസ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. റിട്ടേൺ ഓവർ ആഡ്സ് 1 ഇട്ടാൽ 3 കിട്ടും, അല്ലെങ്കിൽ 4 കിട്ടും. അവിടെയാണ് അവർ നിൽക്കുന്നത്. ഒരു മിനിമം വരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്കെയിൽ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കൂടുതലായിട്ട് സ്കെയിൽ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ റോസ് ഡ്രോപ്പ് ആവുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം അതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ പല ആഡ് അക്കൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ പല ചാനൽസ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാറ്റ്ഫോമിന് വരുന്ന, ഇപ്പോൾ മെറ്റയിലാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പം അത് മെയിൻലി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പല അക്കൗണ്ടും ബേൺ ഔട്ട് ആവുന്ന രീതിയിൽ ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇ-കൊമേഴ്സിൽ തന്നെ പല കൈൻഡ് ഓഫ് കാറ്റഗറീസ് ഉണ്ടാവും. അതിൽ തന്നെ നമ്മൾ കാറ്റഗറീസ് വെച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീൻസ് നമ്മൾ സ്കെയിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്താ പറയുക, വിന്നിങ് ചെയ്യുന്ന കാറ്റഗറിയിലാണ് പിന്നെ നമ്മൾ കൂടുതൽ പുഷ് ചെയ്യുക. എല്ലാ പ്രൊഡക്റ്റും ചിലപ്പം എന്താ പറയുക കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരേപോലെ റിട്ടേൺസ് വരണമെന്നില്ല. അതിൽ തന്നെ ഇപ്പം ചില പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല ക്ലിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അങ്ങനത്തെ പ്രൊഡക്ട്സിന് നമ്മൾ എന്താ പറയുക ഭയങ്കര എമൗണ്ട് നല്ല രീതിയിൽ വലിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും. നല്ല ഇംപ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷെ അതിൽ കൺവേർഷൻസ് ഭയങ്കര കുറവായിരിക്കും, സെയിൽസ് വരുന്നുണ്ടാവില്ല. അപ്പം ആ സാധനങ്ങൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ബാക്കിയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ട് കുറച്ചുകൂടി എന്താ കൺവേർഷൻസ് വരാൻ ചാൻസ് ഉള്ള പ്രൊഡക്ട്സിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്കെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം അത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബഡ്ജറ്റ് വെച്ചിട്ട് തന്നെ അവരുടെ റോസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ കുറെ ഫാക്ടേഴ്സ് ഇ-കൊമേഴ്സിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ചിന്തിക്കുന്നത്. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരോടും ചോദിക്കാനുണ്ട്, AI എങ്ങനെയാണ് നിങ്ങളെ ഇമ്പാക്ട് ചെയ്യുന്നത്? AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല രീതിയിൽ ഹെൽപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് AI പല രീതിയിലുള്ള AI ടൂൾസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെറ്റയിൽ കൺസിഡർ ചെയ്തെടുത്തോളം ഒരു ഫണൽ ബിൽഡിംഗ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ആംഗിളിലുള്ള എന്താ പറയുക മീൻസ് ഇപ്പം ക്രിയേറ്റീവ്സ് ജനറേറ്റ് ചെയ്തിട്ട് മെറ്റയ്ക്ക് പാസ് ചെയ്താൽ മാത്രം മതി. ബാക്കി കംപ്ലീറ്റ്ലി നോക്കിക്കോളും. ഈ ഓരോ വീഡിയോ അനലൈസ് ചെയ്ത് ഇതാരെ കാണിക്കണം, എങ്ങനെ കാണിക്കണം എന്നുള്ളത് ഇപ്പം ഒരു സെഗ്മെന്റ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും അത് മെറ്റ പ്രോപ്പർലി ചെയ്തോളും. അതേ സ്ഥാനത്ത് ഇപ്പം ഗൂഗിളിലേക്ക് വരുന്നതാണെങ്കിൽ ഈ PMAX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺവേർഷൻ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്ന് മീൻസ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമേറ്റഡ് സെറ്റപ്പിലാണ് ഇവിടെ. ഈ PMAX ക്യാമ്പയിൻസിന് നമുക്ക് അധികം കൺട്രോൾ ഉണ്ടാവില്ല. ബട്ട് അതിനെ പ്രോപ്പർലി നമ്മൾ ട്രെയിൻ ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്യുന്ന പോലെ പ്രോപ്പർലി ട്രെയിൻ ചെയ്ത് അതിന് ആ ലേണിംഗ് പ്രോപ്പർലി നമുക്ക് കൊടുത്തു കഴിയുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ പല കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പം AI വരികയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സ്ഥാനത്ത് ഇപ്പം സെർച്ച് ആഡ്സിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെർച്ച് ആഡ്സ് ഇപ്പോൾ ഞാൻ ചെയ്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഹെഡ്ലൈനും 2 ഡിസ്ക്രിപ്ഷനുള്ള ഒരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്.
അതിൽ ഇപ്പം ഇപ്പം സ്വിച്ച് ആയിട്ട് റെസ്പോൺസീവ് സെർച്ച് ആണെന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അപ് ടു 20 കീവേഡ്സ് വരെയും 5 ഡിസ്ക്രിപ്ഷൻ വരെ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് കൂടുതലായിട്ട് പുഷ് ആവുക. മൂപ്പര് തിരഞ്ഞെടുത്തോളും അതായത് ഏതാണ് ബെറ്റർ പെർഫോമിംഗ് ഉള്ളത്. അതിൽ നിന്ന് വേണം നമുക്ക് മീൻസ് കൂടുതലായിട്ട് പെർഫോം ആവുന്നത് നോക്കിയിട്ട് വേറെ സെഗ്മെന്റ് ചെയ്താലും കൂടുതൽ സ്കെയിൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. അപ്പം ആ ഒരു AI വരുന്നതിന് അത് നോക്കി നിന്നിട്ട് കാര്യമില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ഉണ്ടാവും. ഓക്കെ, AI ഏജൻസ് എങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്യാം? ഏജൻസുമായിട്ട് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? AI ഏജൻസിന് നമുക്ക് ഇപ്പം എന്താ പറയുക, നമ്മളെ പല റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള പല ടാസ്കിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിപ്പോർട്ടിംഗ് ബിൽഡ് ചെയ്യുക, ഗൂഗിൾ ആഡ്സിൽ തന്നെ ലുക്കർ സ്റ്റുഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി ആ റിപ്പോർട്ടിംഗ് നമുക്ക് വലിയൊരു മീൻസ് ഈസിലി നമുക്ക് ബിൽഡ് ചെയ്യാം. ഒരാളെ വേണ്ട, വലിയൊരു സെറ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് നമ്മൾ ചെയ്യാതെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മീൻസ് പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ ഒരു സാധനങ്ങൾ മീൻസ് പ്രോപ്പർ ഇൻപുട്ട് വെച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. പ്രപ്പോസൽസ് നിങ്ങൾ ഏജന്റ് എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കല്? എങ്ങനെ? അതിന് ടൂൾ ഉണ്ടോ? നമ്മൾ N8 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. നൈസ്. എനിക്കൊന്ന് ഏകദേശം പെർഫോമൻസ് മാർക്കറ്റ് ഗൂഗിൾ ആഡ്സ് ആണ് തുടങ്ങിയ വെച്ചാൽ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നത്. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു.